ഇതൊരു സുവിശേഷ ഉത്സവമാകുന്നുവല്ലോ, ഗോസ്പൽ ഫെസ്റ്റിവൽ. ആകയാൽ മാനവരാശിക്ക്, മാനവ സമൂഹത്തിന്, ഒരു സഭയ്ക്ക് ആവശ്യമെന്നതിനെക്കാട്ടിലും സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളതാകുന്നു സുവിശേഷ മഹായോഗങ്ങളിൽ കൂടെ നാം വിളംബരം ചെയ്യുന്നത്. ഒരു നാളും ഇതുവരെയും ഒരുപക്ഷെ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്തെ അനുഗ്രഹങ്ങളും നന്മകളും അറിഞ്ഞിട്ടില്ലാത്തവർ, അങ്ങനെ വലങ്കൈ ഇടങ്കൈ തിരിച്ചറിയാതെ ഈ ദേശത്തിൻ്റെ നടുവിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അവരൊക്കെയും നിത്യരാജ്യത്തിന്, ദൈവരാജ്യത്തിന് അവകാശികളായി തീരണം. വരുവാൻ പോകുന്ന വലിയ ക്രോധത്തിൽ നിന്നും, നാശത്തിൽ നിന്നും, നരകത്തിൽ നിന്നും അവർ ഒഴിഞ്ഞ് രക്ഷ പ്രാപിക്കണം. അതാകുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു കൺവെൻഷൻ കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൺവെൻഷൻ കഴിഞ്ഞ് ഓരോ അടുത്ത ദിനങ്ങളിൽ, അടുത്ത ആരാധനകളിൽ ദൈവം പുതിയ ആത്മാക്കളെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കും. ആകയാൽ ഓരോ കൺവെൻഷനുകളും ദേശത്തിൻ്റെ രക്ഷയ്ക്കും ജനത്തിൻ്റെ വിടുതലിനും വേണ്ടി ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന നിയോഗത്തെ, കർത്തവ്യത്തെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഈ കൺവെൻഷനും ഈ ദേശത്തിൻ്റെ വിടുതലിനും മാനവരാശിയുടെ നന്മയ്ക്കും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. കഴിഞ്ഞ രാത്രി ഞാൻ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തെ ഓർപ്പിച്ചതായിരുന്നു. ഇന്ന് രാത്രി ഞാൻ അതിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഈജിയൻ കടലിടുക്കിൻ്റെ ഖനിഗർഭങ്ങൾ നിറഞ്ഞ പത്മോസ് എന്ന ഏകാന്തതയുടെ ദ്വീപിനകത്ത് മരണത്തോട് മല്ലടിക്കുന്ന അസ്ഥികൂടമായിരിക്കുന്ന തടവ് പുള്ളികളുടെ ഇടയിൽ, സ്തോത്രം, കരിപുരണ്ട ജീവിതങ്ങളുടെ ഇടയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട, നിരാശ തളം കെട്ടിയ അന്തരീക്ഷത്തിൽ ആകാശത്തിൽ വിശപ്പുകൊണ്ട് വട്ടമിട്ട് പറക്കുന്ന കഴുകിൻ്റെ ചിറകടി ശബ്ദങ്ങൾക്കരികെ കീഴെ യോഹന്നാൻ ഇരിക്കുകയാണ്. ജീവിതം ഏതാണ്ട് അവസാനിച്ചുവെന്നും തൻ്റെ സഹോദര അപ്പോസ്തലന്മാരെ പോലെ ഒരു രക്തസാക്ഷി മരണത്തിലേക്ക് താൻ കടക്കുകയാണെന്നും ഒരുപക്ഷെ തൻ്റെ മനതാരിൽ എവിടെയെങ്കിലും ഒരു തോന്നൽ വന്നിരിക്കാം. എന്നാൽ ആ തോന്നലുകളൊന്നും തൻ്റെ പ്രാർത്ഥനയെയോ ആരാധനയോ തടസ്സം ചെയ്തില്ല. കർത്തൃദിവസത്തിൽ പതിവ് പോലെ താൻ പതിവ് പോലെ താൻ ആരാധനയിലും പ്രാർത്ഥനയിലേക്കും പ്രവേശിച്ചു. കൂടിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരുവനില്ല, താനൊന്ന് പാടിയാൽ കൈയടിക്കാൻ ഒരാളില്ല, താനൊന്ന് തൊണ്ട നിർത്തിയായി കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ അടുത്ത ഈരടിയൊന്ന് ഏറ്റുപെടാൻ ഒരാളില്ല, തൻ്റെ പ്രാർത്ഥനയിൽ കൂടെയൊന്ന് ആത്മാവിൽ ബലപ്പെടുത്തുവാൻ ആളില്ല, താൻ പ്രസംഗിച്ചാൽ ഒന്ന് കേൾക്കാൻ ആളില്ല. തൻ്റെ വചനങ്ങൾ ഉരുവിട്ട് താൻ പ്രാർത്ഥിക്കുന്ന ഏകാന്തതയുടെ നാഴികയിൽ താൻ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയിൽ താൻ ആത്മവിവശതയിലേക്ക് കടന്നുപോയി. ആത്മവിവശതയിലേക്ക് കടന്നു പോകുമ്പോൾ താൻ ഏഷ്യ മൈനറിലെ 7 സഭകളുടെ എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയതര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക തുടങ്ങിയ 7 സഭകളുടെ ശബ്ദത്തെ പേർ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ സഭകൾക്ക് വേണ്ടി ദൂത് എഴുതുവാൻ തക്കവണ്ണം യോഹന്നാൻ അരുളപ്പാട് ലഭിക്കുകയാണ്. കേട്ട ശബ്ദം എന്തെന്നറിയുവാൻ, കാഹളം പോലെ മുഴങ്ങുന്ന ശബ്ദം എന്തെന്നറിയുവാൻ തക്കവണ്ണം തിരിഞ്ഞു നോക്കിയ യോഹന്നാൻ 7 നിലവിളക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. യഹൂദനായിരിക്കുന്ന യഹൂദ പശ്ചാത്തലത്തിൽ വളർന്ന യോഹന്നാൻ ഒരു നിലവിളക്കിനെ കുറിച്ച് അറിയാം. ആ നിലവിളക്കിന് 7 കതിരുകളുണ്ട്. 7 കതിരുകൾ സ്വപ്നത്തിൽ കണ്ടു വളർന്ന, 7 കതിരുകൾ ആലയത്തിൻ്റെ ഭംഗിയായി അറിഞ്ഞു വളർന്ന യോഹന്നാൻ 7 കതിരുകൾക്കപ്പുറം 7 നിലവിളക്കുകൾ നിരന്നു നിൽക്കുന്നത് കാണുകയാണ്. ആ 7 നിലവിളക്കുകളുടെ പ്രകാശത്തെ മറികടക്കുന്ന വേറെ ഒരു പ്രകാശം തൻ്റെ മുമ്പിലേക്ക് നടന്നു വരുന്നു. 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടി ഉലയിൽ ചുട്ടുപഴിപ്പിച്ച പൊൻപാദങ്ങൾ തൻ്റെ അടുക്കിലേക്ക് നടന്നു വരുമ്പോൾ താനിങ്ങനെ കണ്ണുകൾ ഉയർത്തി നോക്കി. തേജോമയമായ സൂര്യൻ കടും പ്രതാപത്തോടെ ഉദിച്ചു വരുന്നത് പോലെ മഹത്വപൂർണമായിരിക്കുന്ന രൂപം, തലയും താടിയും ഹിമത്തോലം വെളുത്തത്, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്, വായിൽ നിന്ന് തീജ്വാലകൾ പുറപ്പെടുന്നു, വലം
വലങ്കൈ ഉയർത്തപ്പെട്ടിരിക്കുന്നോ ആ വലങ്കൈയിൽ 7 നക്ഷത്രങ്ങൾ നിന്ന് ജ്വലിക്കുകയാണ്. തേജോമയമായ രൂപം തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നത് കണ്ടിട്ട് ഭക്തനായിരിക്കുന്ന യോഹന്നാൻ പത്മോസിൻ്റെ ദ്വീപിനകത്ത് മറിഞ്ഞ് താഴെ വീണു മരിച്ചവനെ പോലെ തീർന്നുവെന്ന് കരുതി കിടക്കുന്ന ഇടത്ത് യോഹന്നാൻ്റെ ചുമലിന്മേൽ ഒരു കരം തൊട്ടു. ആ കരം തൊട്ടു, ആ സ്പർശനം താൻ അറിഞ്ഞോ. നാളുകൾക്ക് മുൻപേ താൻ മാർവിൽ ചാരിയിരുന്ന അരിമനാഥൻ്റെ അണിപ്പാടുള്ള അതേ കരസ്പർശം. താനൊരു ശബ്ദം കേട്ടു, യോഹന്നാനെ എന്ന് പേർ വിളിക്കുന്ന ശബ്ദം. ഇടിമുഴക്കം പോലെ, കാഹളം പോലെ കേട്ട ആ ശബ്ദത്തിനപ്പുറം താനിപ്പോൾ കേൾക്കുന്നോ. ചില നാളുകൾക്ക് മുൻപ് തൻ്റെ കാതുകളിൽ പേർ ചൊല്ലി വിളിച്ചിരുന്നതായ യേശുനാഥൻ്റെ അതേ ശബ്ദ. തൻ്റെ അടുക്കൽ യേശുനാഥൻ പറഞ്ഞു, യോഹന്നാൻ, ഞാൻ മരിച്ചവനായിരുന്നോ, പക്ഷേ നീ ഒരു കാര്യം അറിയണം, ഇതാ ഞാനിപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പിന്നെ യോഹന്നാൻ, നീ കണ്ടത് എൻ്റെ കയ്യിലിരിക്കുന്ന 7 നക്ഷത്രങ്ങളെയാണ്. എന്നാൽ മറ്റൊരു കാര്യം കൂടെ എൻ്റെ കയ്യിലുണ്ട്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചത് കണ്ട യോഹന്നാൻ്റെ അടുക്കൽ പറഞ്ഞു, യോഹന്നാൻ, നീ കണ്ട നക്ഷത്രത്തിനപ്പുറം നീ കാണാത്ത ഒരു താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ആകയാൽ നീ എഴുന്നേറ്റ് എഴുതുക. 7 നക്ഷത്രങ്ങൾ ആരാകുന്നുവെന്നും 7 നിലവിളക്കുകൾ എന്താണെന്നോ. നീ കണ്ട ദർശനങ്ങൾ ഒരു പ്രഹേളികയായി അവസാനിക്കുകയില്ല. ആ ദർശനത്തിൻ്റെ വ്യാപ്തിയും ആഴവും അളവും ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ അടുക്കൽ സംസാരിക്കുവാൻ തുടങ്ങി. 2-3 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ 7 സഭകൾക്കുള്ള ദൂത് എഴുതി തീർത്തു. 7 സഭകൾക്കുള്ള ദൂത് എഴുതി തീർത്ത് കഴിയുമ്പോൾ 4-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ കേട്ട അതേ ശബ്ദം താൻ പിന്നെയും കേൾക്കുകയാണ്. ആവർത്തിച്ചു ദൈവശബ്ദം കേട്ട യോഹന്നാൻ അതേ ആ ദൈവശബ്ദത്തിൻ്റെ മുൻപാകെ ഇറങ്ങി വന്ന ക്രിസ്തുവിനെയല്ല കണ്ടത്, പകരം തുറക്കപ്പെട്ട സ്വർഗത്തെയോ ഉയർത്തപ്പെട്ട ദൈവസിംഹാസനത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള പ്രവേശന ഗോപുരത്തെ താൻ കാണുമ്പോൾ തൻ്റെ കാതുകളിൽ ഒരു ശബ്ദം കേട്ടോ, യോഹന്നാൻ, ഇവിടെ കയറി വരിക. അവിടെ അവസാനിക്കുമെന്ന് കൽപ്പിച്ച ഡൊമേഷ്യൻ്റെ വാക്കുകളെ മറികടന്നുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടോ, ഇവിടേക്ക് കയറി വരുവാൻ. ഇന്ന് രാത്രി ഞാൻ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയട്ടെ, അവിടെ അവസാനിക്കുമെന്ന് കരുതി നിന്റെ മുൻപാകെ വിരിച്ചിട്ട ചില കളങ്ങൾക്കപ്പുറം അതിനപ്പുറത്തേക്ക് കയറിപ്പോകുവാൻ നിനക്കൊരു വഴിയുണ്ട്. ആമേൻ. അത് മാത്രമല്ല, ആ പത്മോസിലേക്ക് അയക്കുമ്പോൾ യോഹന്നാനെ എല്ലാം അവസാനിച്ചുവെന്ന് പറഞ്ഞ് തീർത്തടത്ത് കാഹളം പോലെ കേട്ട ആദ്യത്തെ ശബ്ദം യോഹന്നാനോട് രണ്ടാമത് പറയുകയാണ്, ഇവിടെ കയറി വരിക, നിനക്കൊരു ഭാവിയുണ്ട്, ആ ഭാവിയെക്കുറിച്ച് ഞാൻ കാണിച്ചു തരാം. ഇന്ന് പകൽക്കാല ലോകം അവസാനിച്ചെന്ന് പറഞ്ഞിടത്ത് സ്വർഗം പറയുകയാണ്, ഇല്ല, നിനക്കൊരു ഭാവിയുണ്ട്, ആ ഭാവിയെ ഞാൻ കാണിച്ചു തരാം. യോഹന്നാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ദർശനത്തിൻ്റെ പ്രാരംഭത്തിങ്കിൽ ദൈവം ഇറങ്ങി വരികയാണെങ്കിൽ ദർശനത്തിൻ്റെ 2-ാം തലത്തിൽ യോഹന്നാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി സ്വർഗീയ വിവശതകളിൽ വിരിക്കപ്പെട്ട പച്ച മരതകവില്ലോ, ദൈവസിംഹാസനവും ആമേൻ, അതിനപ്പുറം പളുങ്ക് കടലോ, 6 ചിറകുകളും 4 മുഖങ്ങളുമുള്ളതായ സെരൂബുകളും സറാഫുകളോ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞ സ്വർഗ 24 സിംഹാസനങ്ങൾ, വലിയ സിംഹാസനത്തിന് ചുറ്റുമിട്ട് നമ്രശിരസ്കരായിരിക്കുന്ന മൂപ്പന്മാർ ആരാധനയുടെ മൂർധന്യത്തിലെത്തുമ്പോൾ തലയിലിരിക്കുന്ന കിരീടമെടുത്ത് നിലത്തിട്ട് ആരാധിക്കുന്ന വിശുദ്ധ സഹസ്രങ്ങൾ. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഭൂമിയിലെ അധികാരത്തെ ഓർത്ത് സ്വർഗത്തിൽ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തെയും വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കുഞ്ഞാടിനെയും വാഴ്ത്തി സ്തുതിക്കുന്ന ആരാധനയുടെ ഗീതങ്ങൾ. അങ്ങനെ ഭൂമിക്കപ്പുറം സ്വർഗത്തെയും സ്വർഗീയ ദർശനങ്ങൾക്കപ്പുറം ഭാവികാലത്തെയും നിത്യതയെയും കുറിച്ച് യോഹന്നാൻ ദർശനം കാണുകയാണ്. അങ്ങനെ ദർശനം കണ്ടുവരുമ്പോൾ എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയതര എന്ന് പറയുന്ന 4-ാമത്തെ സഭയ്ക്ക് താൻ ലേഖനം എഴുതുകയാണ്. ആ 4-ാമത്തെ തുയതര സഭ ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചിരുന്നു. പെർഗമോസിനും സർദീസിനും മധ്യേയുള്ള നീണ്ടുകിടക്കുന്ന താഴ്വാരത്തിലുള്ള പട്ടണം, ആ പട്ടണത്തിലുള്ള തുയതര സഭയുടെ അടുക്കൽ ദൂത് പറയുകയാണ്. ആ ദൂതിനകത്ത് ഇതാണ് പറയുന്നത്, നിന്നിൽ ഒത്തിരി നന്മകളുണ്ട്, നിന്നിൽ ഒത്തിരി വിശ്വാസമുണ്ട്, സഹിഷ്ണുതയുണ്ട്, പക്ഷേ നീ ചില വിഷയങ്ങളിൽ നോ പറയാറില്ല. ആ നോ പറയാതിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട വിഷയം ഇസബേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകയുടെ അടുക്കൽ നീ നോ പറയുന്നില്ല. അവൾ അവിടുത്തെ ഒരു മൂപ്പൻ്റെ ഭാര്യയാണ്. ആ മൂപ്പൻ്റെ ഭാര്യ പ്രവാചകയുടെ അടുക്കൽ നിങ്ങൾ നോ പറയുന്നില്ല. അവൾ ഒരു ദുരുപദേശത്തെ സഭയ്ക്കകത്ത് വ്യാപരിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്,
അവൾക്ക് മാനസാന്തരപ്പെടുവാൻ ഞാനൊരു സമയം നൽകിയിരിക്കുന്നു. ഇന്ന് രാത്രികാലം ഞാൻ ആവർത്തിക്കുകയാണ്, മാനസാന്തരപ്പെടുവാൻ ദൈവം ഒരു സമയം നൽകുന്നു. കഴിഞ്ഞ രാത്രികാലം ദൈവം മാനസാന്തരത്തിന് വേണ്ടി നൽകുന്ന 5 സംവിധാനങ്ങളെയാണ് നാം പഠിച്ചത്. 1, ദൈവം മാനസാന്തരപ്പെടുവാൻ സമയം നൽകുന്നു. 2, ദൈവം മാനസാന്തരപ്പെടുവാൻ ദയ നൽകുന്നു. 3, ദൈവം മാനസാന്തരപ്പെടുവാൻ വചനത്തെ നൽകുന്നു. 4, മാനസാന്തരപ്പെടുവാൻ ദൈവം ദുഃഖങ്ങളെ, കഷ്ടതകളെ നൽകുന്നു. 5, ദൈവം മാനസാന്തരപ്പെടുവാൻ മനുഷ്യന്റെ മുൻപാകെ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഞാൻ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, മാനസാന്തരം മനുഷ്യന് ആവശ്യമാണ്. ഇന്ന് രാത്രി എൻ്റെ ദൂത് അത് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ മുഴുവൻ ഉച്ചത്തിൽ വിളിച്ച് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നേ ഒന്ന് മാത്രമാണ്. മനുഷ്യന് മാനസാന്തരം ആവശ്യമാണ്. മനുഷ്യന് മാനസാന്തരം ആവശ്യമാണ്. എന്താണ് മാനസാന്തരത്തിൻ്റെ ആവശ്യകത? എൻ്റെ സഹോദരങ്ങളെ, എന്താണ് മാനസാന്തരത്തിൻ്റെ പ്രത്യേകത? ഞാൻ പറഞ്ഞു വരാം. ആമേൻ. മാനസാന്തരത്തിൻ്റെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, 1, മാനസാന്തരം ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മാനസാന്തരം ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തെ തപ്പി നോക്കി അന്വേഷിക്കുന്ന മാനവ സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിശുദ്ധ അപ്പോസ്തലൻ വിളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17:30. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. അത് അപ്പോൾ ആരാണ് മാനസാന്തരപ്പെടേണ്ടത്? എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. അത് അമേരിക്കയിലും മാനസാന്തരപ്പെടണം, യൂറോപ്പിലും മാനസാന്തരപ്പെടണം, ആഫ്രിക്കയിലും മാനസാന്തരപ്പെടണം, ഓസ്ട്രേലിയയിലും മാനസാന്തരപ്പെടണം, ഏഷ്യയിലും മാനസാന്തരപ്പെടണം, ഇന്ത്യയിലും മാനസാന്തരപ്പെടണം, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും മാനസാന്തരപ്പെടണം, തിരുവനന്തപുരത്തും മാനസാന്തരപ്പെടണം, അത് വെള്ളറടയിലും പനച്ചമൂടിലും കള്ളിമൂടിലും സ്തോത്ര, അത് അമ്പൂരിയിലും തുടങ്ങി സകല ഇടത്തും മനുഷ്യൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഇനിയും എല്ലായിടത്തും മാനസാന്തരപ്പെടണം. എല്ലായിടത്തും ആര് മാനസാന്തരപ്പെടണം? എല്ലാവരും മാനസാന്തരപ്പെടണം. പണ്ഡിതനും മാനസാന്തരപ്പെടണം, പാമരനും മാനസാന്തരപ്പെടണം, ഉന്നത കുലജാതനെന്ന് അഭിമാനിക്കുന്നവനും മാനസാന്തരപ്പെടണം. ആമേൻ. അധസ്ഥിത വിഭാഗമെന്ന് സങ്കടപ്പെടുന്നവന് മാനസാന്തരപ്പെടണം. സമ്പന്നനും മാനസാന്തരപ്പെടണം, ദരിദ്രനും മാനസാന്തരപ്പെടണം. ആമേൻ. ജീവിതത്തിൽ മുറിവേറ്റവനും മാനസാന്തരപ്പെടണം, സങ്കടം അനുഭവിക്കുന്നവനും മാനസാന്തരപ്പെടണം, സന്തോഷം അനുഭവിക്കുന്നവനും മാനസാന്തരപ്പെടണം. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്നുള്ള പ്രക്രിയക്കകത്തു നിന്ന് ലോകത്തിൽ ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയുന്ന ഒരുത്തനും ഭൂമി ില്ല. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത ഒരേ ഒരാളെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു പാപമില്ലാതെ, പാപമറിയാതെ, പാപത്തിലല്ലാതെ ഉളവായ യേശു ക്രിസ്തു ഒഴികെ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യനും പാപത്തിന്റെ അംശികളാണ്. ആകയാൽ മാനസാന്തരപ്പെട്ടേ വഴിയാകുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ അപ്പോസ്തലൻ തന്റെ പ്രഭാഷണ ശകലങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചോ: ഒരു ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നു. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആകയാൽ ഇന്ന് രാത്രി എന്നെ ശ്രവിക്കുന്നവരും ശ്രവിക്കാത്തവരും, ഈ പ്രസംഗത്തെ സ്നേഹത്തോടെ കേൾക്കുന്നവരോ, ഈ പ്രസംഗത്തെ പുച്ഛത്തോടെ നോക്കുന്നവരോ, ഈ കൺവെൻഷനെ ഒരു ശല്യമായി കാണുന്നവരോ, ഈ കൺവെൻഷനെ ഒരു ആഘോഷമായി ഏറ്റെടുത്താൽ ആരുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു: നീ മാനസാന്തരപ്പെട്ടേ മതിയാകത്തുള്ളൂ. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യന്റെ മുമ്പാകെ ദൈവം വെച്ച ഒരു ഓപ്ഷൻ അല്ല. പകരം മാനസാന്തരം എന്നുള്ളത് മനുഷ്യന്റെ മുൻപാകെ ദൈവം വെച്ചതായ ഒരു കമാൻഡാണ്. ദൈവത്തിന്റെ കൽപ്പനയാണ് മാനസാന്തരം. സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ല മാനസാന്തരം. സൗകര്യം ഉണ്ടെങ്കിലും സൗകര്യമില്ലെങ്കിലും മാനസാന്തരപ്പെട്ടേ മതിയാകത്തുള്ളൂ. മാനസാന്തരം ദൈവത്തിന്റെ കൽപ്പനയാണ്. മാനസാന്തരം ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മാനസാന്തരം ദൈവത്തിന്റെ കൽപ്പനയാണ്. 2 പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചിരുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ചിട്ട്. അപ്പൊ മാനസാന്തരം ദൈവത്തിന്റെ ആഗ്രഹമാണ്. ആരൊക്കെ മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടമാണ് മാനസാന്തരം. ദൈവത്തിന്റെ
ദൈവത്തിൻ്റെ ആഗ്രഹമാണ് മാനസാന്തരം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് നിന്നിലൊരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹമെന്നറിയാമോ? നീ മല ചവിട്ടി എവിടെയെങ്കിലും തീർത്ഥാടനം പോകണമെന്നല്ല, നീ തല മൊട്ടയടിക്കണമെന്നല്ല, നീ വായിക്കകത്ത് ശൂലം കുത്തണമെന്നല്ല, നീ നാടുനീളെ ഉരുളിച്ച നടത്തണമെന്നല്ല, നീ ചെരുപ്പിടാതെ റോഡിൽ കൂടെ നടക്കണമെന്നല്ല, നീ ഉണ്ണാതെ ഉടുപ്പിടാതെ വഴിനീളം നടക്കണമെന്നല്ല, നീ പിച്ചപാത്രം എടുത്ത് 1000 വീട് തണ്ടി നിന്റെ ശാപം മാറ്റണമെന്നല്ല. ഇതൊന്നുമല്ല സൃഷ്ടാവായിരിക്കുന്ന കരുണാമയനായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നത്. നീ ഏതെങ്കിലും നദിയിലോ സമുദ്രത്തിലോ പോയി 7 പ്രാവശ്യം 8 പ്രാവശ്യം 15 പ്രാവശ്യം മുങ്ങിക്കുളിക്കണമെന്നല്ല. പകരം ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമാണ് നിന്റെ മാനസാന്തരം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇന്ന് രാത്രി ദൈവം പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവ, ലോകത്തിന്റെ നിർമ്മാതാവായിരിക്കുന്ന ദൈവ, എന്റെയും നിങ്ങളുടെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന ദൈവ, ഞാനും നിങ്ങളും ശ്വാസോച്ഛ്വാസം എടുക്കുന്നതിന് തക്കവണ്ണം എന്നോടും നിങ്ങളോടും കരുണ കാണിക്കുന്ന ദൈവ, എന്റെയും നിങ്ങളുടെയും ഈ ശരീരം ഇങ്ങനെ നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണം അകത്ത് ആരോഗ്യം നൽകിയിരിക്കുന്ന ദൈവ, ജീവനെയും പ്രാണനെയും ആത്മാവിനെയും നമ്മുടെ ഉള്ളിൽ നൽകിയ ദൈവ, സന്ധ്യയെയും മജ്ജയെയും ചേർത്ത് വെച്ച ദൈവ, അസ്ഥികളെ കൂട്ടിയോജിപ്പിച്ച് അതിനോട് മാംസവും നരമ്പും പിടിപ്പിച്ച് അതിനെ തൊക്കുകൊണ്ടു പൊതിഞ്ഞ് അതിന് വേണ്ടുന്നതൊക്കെ നൽകിത്തന്ന് അതിലെ ഓരോ സംഗതികളെയും നിലയ്ക്ക് നിർത്തുന്ന ദൈവ, ആ ദൈവം ഇന്ന് എന്നെയും നിന്നെയും നോക്കിയിട്ട് പറയുകയാണ്, എനിക്കിഷ്ടം മാനസാന്തരമാണ്, എനിക്കിഷ്ടം മാനസാന്തരമാണ്. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയാണ് മാനസാന്തരം. ദൈവത്തിന്റെ ഇഷ്ടമാണ് മാനസാന്തരം. അടുത്തത് ദൈവത്തിന്റെ ഇഷ്ടമാണ് മാനസാന്തരം. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യം, അവിടെ പത്രോസ് നിന്ന് പ്രസംഗിക്കുകയാണ്. പത്രോസ് പറയുന്ന ഒന്നാമത്തെ ഭാഗം മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. എന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളെല്ലാവരും കൂടി മരത്തിൽ തൂക്കിക്കൊന്ന ഒരു യേശുവിനെ അറിയാമോ? ഓർമ്മയുണ്ടോ? ആ യേശുവിനെ ദൈവം കല്ലറയ്ക്കകത്തു നിന്ന് ഉയർപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, അവനെ ഉയർപ്പിച്ചോ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. അപ്പൊ അവിടെ പറയുന്ന ഒരു ഭാഗം കണ്ടോ, മാനസാന്തരവും പാപമോചനവും നൽകുവാൻ തക്കവണ്ണോ. അപ്പൊ മാനസാന്തരം എന്താണ്? ദൈവത്തിന്റെ ദാനമാണ്. ഒരിക്കൽ യഹൂദ്യ ക്രൈസ്തവരും ജാതീയ ക്രൈസ്തവരും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ആ കോൺഫ്ലിക്റ്റിന്റെ നടുവിൽ രക്ഷാപദ്ധതിയെ കുറിച്ചുള്ള വിവരണം കേട്ടപ്പോൾ യെരൂശലേമിലെ മൂപ്പന്മാർ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അങ്ങനെ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായിട്ട് മാനസാന്തരം നൽകിയല്ലോ എന്ന്. അപ്പൊ ജീവപ്രാപ്തിക്ക് വേണ്ടി മാനസാന്തരം ദൈവം നൽകുകയാണ്. മാനസാന്തരം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അടുത്തത് പറയും, അത് ദൈവത്തിന്റെ ദാനമാണ്. മാനസാന്തരം ദൈവത്തിന്റെ ദാനമാണ്. അത് പെന്തക്കോസ്തുകാർക്ക് നന്നേ അറിയാം. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ എന്തു പ്രാർത്ഥിക്കുമെന്നറിയാമോ? ദൈവമേ, ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. അവനിലൊരു മാനസാന്തരം ഉണ്ടാകണമേ എന്നല്ല, എൻ്റെ ദൈവമേ അവനൊരു മാനസാന്തരം ഉണ്ടാകണമേ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഞാനും നിങ്ങളിൽ അനേകര് ഇന്ന് ഈ ആലയത്തിനകത്തിരിക്കുന്നത്, ഈ പ്രസംഗം സന്തോഷത്തോടെ കേൾക്കുന്നത്, ജീവിതത്തിന്റെ പാപവഴിയിൽ നിന്ന് തിരിഞ്ഞു വന്നത് ആരൊക്കെയോ എവിടേക്കോ ഇരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ച് എന്താണെന്നറിയാമോ? ദൈവമേ അവന് മാനസാന്തരം നൽകണമേ എന്ന്. ഏതോ ഒരു രാത്രിയിൽ ഭയപ്പെട്ട് എഴുന്നേറ്റ് രക്ഷിതാവിന്റെ മുൻപാകെ പാപങ്ങളെ ഏറ്റുപറഞ്ഞെങ്കിൽ, കർത്താവിന്റെ കാൽവറി കണ്ട് മനമുരുകി ഹൃദയം നുറുങ്ങിയെങ്കിൽ, അതിന്റെ പിമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം നമുക്ക് മാനസാന്തരം നൽകിയതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിന്റെ കുടുംബത്തിൽ ഒരുത്തൻ, നിന്റെ ചാർച്ചയിൽ ഒരുത്തൻ ദൈവം അറിയാതെ, ദൈവത്തെ അറിയാതെ, ദൈവ വഴി അറിയാതെ തന്നിഷ്ടക്കാരനായി നിഷ്ഠൂരനായി പാപത്തിന്റെ വഴിയിൽ അലഞ്ഞു തിരിയുകയാണ്. ആര് പറഞ്ഞാലും അവൻ നന്നാവാത്ത അവസ്ഥയിലാണെങ്കിൽ ഇന്ന് രാത്രി തുടങ്ങി അവന്റെ പേര് വെച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. എൻ്റെ ദൈവമേ അവനൊരു മാനസാന്തരം നൽകണമേ. ആമേൻ. ചില മിനിറ്റുകൾക്ക് മുൻപേ അഭിഷക്തൻ ഇവിടെ മൈക്കിൽ കൂടെ ഒരു വ്യക്തിക്ക് മാനസാന്തരം നൽകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടോ. മാനസാന്തരം ദൈവത്തിന്റെ ദാനമാണ്. ഈ 2026 കള്ളിമൂട് ദേശത്തിൽ അനേകരെ ദൈവം മാനസാന്തരം എന്ന ദാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഇരു കരം നീട്ടി മാനസാന്തരത്തെ വാങ്ങുന്ന ഒരു നല്ല അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി
ഞാൻ പറയട്ടെ, മാനസാന്തരം അത് ദൈവത്തിന്റെ ദാനമാണ്. ആ മാനസാന്തരത്തെ നീ നിഷേധിക്കരുത്. മാനസാന്തരം ദൈവത്തിന്റെ കരുണാപൂർവമുള്ള ദൈവത്തിന്റെ ദാനമാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മാനസാന്തരം ദൈവത്തിന്റെ ദാനമാകുന്നുവെങ്കിൽ, മാനസാന്തരം ദൈവത്തിന്റെ ദാനമാകുന്നുവെങ്കിൽ ഈ മാനസാന്തരം എങ്ങനെയാണ് നമ്മളിൽ സംഭവിക്കുന്നത്? മാനസാന്തരം എങ്ങനെ നമ്മളിൽ ഉളവാകുക? ഒരു മനുഷ്യനിൽ മാനസാന്തരം ഉണ്ടാകുന്ന 7 ഭാഗങ്ങളിലേക്കാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. മാനസാന്തരം എങ്ങനെ ഒരു മനുഷ്യനിൽ ഉണ്ടാകുക? മാനസാന്തരം ഉണ്ടാകുന്നതിന്റെ ആദ്യത്തെ പടി എന്തായിരിക്കുക? മാനസാന്തരം ഉണ്ടാകുന്നതിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്, സ്തോത്രം, മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ പടി ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന പാപബോധമാണ്. പാപബോധമാണ് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ ഭാഗം. ഒരു മനുഷ്യനിൽ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ അവനിൽ ആദ്യം എന്തുണ്ടാകണമെന്നറിയാമോ? ഒരു പാപബോധം ഉണ്ടാകണം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയുക. അവിടെ ഇങ്ങനെയാകുന്നു യേശു കർത്താവ് പറയുന്നത്. 16-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, എൻ്റെ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞിരിക്കുന്നു, എന്നാൽ ഞാൻ നിങ്ങളോടൊരു സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുന്നമേ തന്നെ ശിഷ്യഗണത്തെ അരികെ വിളിച്ചിട്ട് പറയുകയാണ്, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടോ, അവർ അവനെ ക്രൂശിച്ചു കൊല്ലോ, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കോ. ആമേൻ. 40 ദിനങ്ങൾക്ക് ശേഷം അവൻ ഉയരത്തിലേക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോകോ, എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങിപ്പോകോ. ശിഷ്യന്മാർ അമ്പരന്ന് നോക്കി നിൽക്കുമ്പോൾ യേശു കർത്താവ് അവരുടെ അടുക്കൽ പറഞ്ഞു, നിങ്ങളെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, നിങ്ങളെ ഇവിടെ ആക്കിയിട്ട് പോകുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. എന്താണ് ഞാൻ പോകുന്നത് മുഖാന്തരം നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനം? ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഞാൻ അതിലെ 2 ഭാഗങ്ങളെ എടുക്കുന്നില്ല, നീതിബോധമോ ന്യായവിധിയുടെ ബോധവും. അത് മറ്റൊരിക്കൽ സംസാരിക്കാം. അതിൽ ഒന്നാമത് പറയുകയാണ്, പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങിയാൽ ആദ്യം ഉണ്ടാകുന്നത് എന്തായിരിക്കുമെന്നറിയാമോ? പാപബോധമാണ്. പാപബോധം. ആമേൻ. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. എല്ലാ ആഴ്ചയും പ്രവാചകന്മാരെ വിളിച്ച് വീട്ടിൽ മീറ്റിംഗ് നടത്തും. എല്ലാ ആഴ്ചയും പ്രവാചകന്മാരെ വിളിച്ച് മീറ്റിംഗ് നടത്തും. ആമേൻ. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ അടുക്കൽ ചോദിച്ചോ, ഏതെങ്കിലും പ്രവാചകൻ വന്നിട്ട് അങ്ങനെ കയ്യിലിരിപ്പിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തോ എന്ന് ചോദിച്ചോ. അന്നേരം പറഞ്ഞു, അത് തന്നെ പാസ്റ്ററെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കയ്യിലിരിപ്പ് വെച്ച് എല്ലാ പ്രവാചകന്മാരും വന്ന് നീ ആനയാകും ചേനയാകും എന്ന് പറയുന്നതല്ലാതെ ഇവന്റെ കയ്യിലിരിപ്പ് കൊള്ളത്തില്ലെന്നൊന്നും പറയുന്നില്ലല്ലോ. അതാ എനിക്ക് സങ്കടമെന്ന്. യഥാർത്ഥമായ പരിശുദ്ധാത്മാവ് വന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ അരുളപ്പാട് എന്തായിരിക്കുമെന്നറിയാമോ? തിരുത്തപ്പെടേണ്ടിടത്ത് തിരുത്തുക എന്നുള്ളതായിരിക്കുക. ആമേൻ. നിന്റെ മുറിവുകളെ ഞെക്കി കഴുകാതെ, നിന്റെ മുറിവുകളെ വെച്ച് കെട്ടാതെ നിന്റെ ശരീരത്തിനകത്ത് സൗഖ്യമുണ്ടാകത്തില്ല. ഇന്ന് രാത്രികാല വിളിച്ചു പറയട്ടെ എൻ്റെ സഹോദരങ്ങളെ, ആഴമേറിയൊരു മാനസാന്തരം അത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിൽ സംഭവിക്കുന്നതാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന സഭാമക്കളുടെ അടുക്കൽ, ദൈവജനങ്ങളുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, നമ്മുടെ സഭകൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ പ്രവൃത്തി ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങിയാൽ ആഴമേറിയ മനോകുറ്റബോധമുണ്ടാകുക, ആഴമേറിയ ദൈവഭയമുണ്ടാകുക. ആമേൻ. വിശുദ്ധ പൗലോസ് പറയുകയാണ്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെന്ന് വരികയില്ല, ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. അപ്പോൾ നീതിമാനാകണമെങ്കിൽ എന്ത് ചെയ്യണോ? എൻ്റെ പാപങ്ങൾ തുറന്നു വരണോ? എൻ്റെ പാപങ്ങൾ ഞാൻ അറിയണോ? എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളൊക്കെ ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ ഇരിക്കുകയാണ്. ആ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിച്ചാൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ
തിരിച്ചറിയുവാൻ കഴിയോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ അവൻ ആദ്യം ഉണ്ടാകുന്നത് എന്താണെന്നറിയാമോ? പാപബോധമാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ഗന്നസരേത്ത് തടാകത്തിൽ മത്സ്യത്തിന്റെ നിറവ് കണ്ട പത്രോസിനെ കുറിച്ച് പഠിപ്പിച്ചോ. അവിടെ പറയുകയാണ്, തന്റെ പടക് നിറഞ്ഞത് കണ്ട്, തന്റെ വല നിറഞ്ഞത് കണ്ടിട്ട് പത്രോസ് ചിരിക്കുകയല്ല, പത്രോസ് ഭാവിയെ കുറിച്ച് പ്ലാൻ ചെയ്യുകയല്ല, പത്രോസ് വലിയ ബോട്ട് മേടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയല്ല, ഇതിന്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് യേശുവിനോട് ചോദിക്കുകയല്ല. പത്രോസ് യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുക, നാഥാ, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മ പകർച്ചയുടെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് അത് പാപബോധമാണ്. ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, അപ്പാ എന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവെന്റെ തെറ്റുകളെ ഒന്ന് ഉണർത്തിക്കണമേ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ പാപം നമ്മുടെ മുമ്പാകെ വെളിപ്പെട്ടു വരട്ടെ, നമ്മുടെ കുറവുകൾ നമ്മുടെ മുൻപാകെ വെളിപ്പെട്ടു വരട്ടെ. എവിടെയാണ് ഞാൻ വീണുപോയത്? എവിടെയാണ് പിശാച് എന്റെ മേൽ ആധിപത്യം പുലർത്തുന്നത്? എവിടെയാണ് സാത്താൻ എന്റെ മേൽ അവകാശം പറയുന്നത്? എവിടെയാണ് ദുഷ്ടൻ എന്റെ മേൽ ദൃഷ്ടി വെക്കുന്നത്? എന്റെ പാപം എന്റെ മുമ്പിൽ ഒന്ന് വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്റെ പാപം എന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരട്ടെ. നിന്റെ പാപം നാട്ടുകാരുടെ മുമ്പിലല്ല, നിന്റെ പാപ നിത്യതയുടെ കവാടം തുറക്കുമ്പോൾ ആയിരം ആയിരം വിശുദ്ധന്മാരുടെയോ കോടി കോടി ദൂതന്മാരുടെയും നടുവിൽ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിലല്ല വായിച്ചു കേൾപ്പിക്കേണ്ടത്. എന്റെയും നിന്റെയും പ്രാർത്ഥനാ മുറിക്കകത്ത്, എന്റെയും നിന്റെയും രഹസ്യ ജീവിതത്തിനകത്ത് നമ്മുടെ പാപങ്ങൾ തുറന്നു വരട്ടെ. പാപം ബോധിപ്പിക്കപ്പെടണം. അത് പരിശുദ്ധാത്മ ഉള്ളിടത്തെ സംബന്ധിക്കത്തുള്ളൂ. അത് പരിശുദ്ധാത്മ ഉള്ളിടത്തെ പാപബോധം ഉണ്ടാകത്തുള്ളൂ. ഇന്ന് രാത്രി അന്യഭാഷ പറയുന്നുണ്ടായിരിക്കാം, കൈയടിക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ ദൂതും പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ നിന്നോട് പറയട്ടെ, നിന്നിൽ വ്യാപരിക്കുന്നത് യഥാർത്ഥ പരിശുദ്ധാത്മാവാണെങ്കിൽ അനുദിനം മാനസാന്തരപ്പെടത്തക്കവണ്ണ ആമേൻ ഒരു പാപബോധം ഉണ്ടായിരിക്കുക. അതിനെ ഇങ്ങനെയാണ് വിശുദ്ധ സങ്കീർത്തനക്കാരൻ പറയുന്നത്, തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക്, മനസ്സ് തകർന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. എവിടെ മാനസാന്തരത്തിന്റെ, എവിടെ കുറ്റബോധത്തിന്റെ ഒരു തകർന്ന ഹൃദയമുണ്ടോ, ഒരു നുറുങ്ങിയ ഹൃദയമുണ്ടോ, അവിടെയാണ് ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പറയാ, എൻ്റെ തെറ്റുകൾ എനിക്ക് വെളിപ്പെട്ട് വരട്ടെ, എൻ്റെ കുറ്റങ്ങൾ എനിക്ക് വെളിപ്പെട്ട് വരട്ടെ. ഞാൻ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന്, എൻ്റെ അഭിഷേകം കുറഞ്ഞത് എന്തുകൊണ്ടെന്ന്, എൻ്റെ വാഗ്ദത്തങ്ങൾ നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന്, എൻ്റെ ജീവിതം ഉയരാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന്, എനിക്ക് വിശാലത പ്രാപിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കൊച്ചു ആയുസ്സിനകത്ത് ശുശ്രൂഷയ്ക്കകത്ത് ഒത്തിരി പേര് എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയാണൊന്ന് തിരുത്തേണ്ടതെന്ന്, എവിടെയാണ് ഞാനൊന്ന് തിരിയേണ്ടതെന്ന് പ്രാർത്ഥിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം. ഞാൻ എന്തായിരുന്നാലും ഞാനൊന്ന് ചെയ്യാം. അപ്പോൾ തന്നെ വേറെ ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില നാളുകൾക്ക് മുൻപ് ഞാൻ ഒരിടത്ത് ശുശ്രൂഷയ്ക്കായി മറ്റൊരു രാജ്യത്തിൽ കടന്നുപോയി. ഒരു കുടുംബം എൻ്റെ അടുക്കൽ വന്ന് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പ്രശ്നങ്ങളെ വിവരിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ ഇങ്ങനെ ഒരു ഭാഗം പറഞ്ഞു. 2015 ബന്ധപ്പെട്ട് നിങ്ങളുടെ സഭയിലിരുന്ന ഒരു പാസ്റ്ററുമായിട്ട് നിങ്ങളുടെ കുടുംബത്തിനൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. ആമേൻ, അതൊന്ന് പരിഹരിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. ആ പയ്യൻ പറഞ്ഞു, ഉണ്ടായിട്ടുണ്ടെന്നറിയാം, എനിക്കത്ര കാര്യമായിട്ട് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, വീട്ടിൽ വിളിച്ച് അമ്മയുടെ അടുക്കൽ ചോദിക്കെന്ന് പറഞ്ഞു. ചോദിക്കാമെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ആവേശത്തോടു കൂടി പോയതാ. പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു, ആ പ്രശ്നമൊക്കെ കഴിഞ്ഞതാ പാസ്റ്ററെ, 2015 ആ പ്രശ്നമൊക്കെ മാറിയതാ. പിറ്റേ വർഷം പാസ്റ്റർ അവിടുന്ന് മാറിപ്പോയതുവാ, ഇപ്പൊ ആ പ്രശ്നമൊന്നും ഇല്ല എന്ന്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ മാറിപ്പോയിട്ടുണ്ട്, പക്ഷേ നീ വരുത്തി വെച്ച വിന നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. എൻ്റെ ആമേൻ. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, നീ എന്ത്
എന്ത് വില കൊടുത്തായിരുന്നാല് നീ അവിടെ പോയി ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിക്കണം. അല്ലെങ്കിൽ ഈ രോഗം, ഈ ശാപം നിന്റെ കുടുംബത്തെ വിട്ട് മാറുകയില്ലെന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദുഃഖിതനായി അവൻ എൻ്റെ അടുക്കൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ അവൻ്റെ അടുക്കൽ, അവൻ വേറെ ഒരു വിദേശ രാജ്യത്താണ്, ഞാൻ അവനെ കണ്ടത് ഒരു വിദേശ രാജ്യത്ത്, അവൻ താമസിക്കുന്നത് വേറെ ഒരു വിദേശ രാജ്യത്ത്. ഞാൻ അവൻ്റെ അടുക്കൽ പറയുകയാണ്, മോനെ അടുത്ത മാസം എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നാൽ നീ ആയിരിക്കുന്ന രാജ്യത്ത് വന്ന് ഒരാഴ്ച ഞാൻ നിന്റെ കൂടെ താമസിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അവൻ 1,00,000 രൂപ ടിക്കറ്റ് മുടക്കി എന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തി പ്രാർത്ഥിപ്പിച്ച് അവൻ എന്നെ പൊന്നുപോലെ പോറ്റി പുലർത്തിയിട്ട് തിരിച്ചുവിടുക. സ്തോത്രം. 2, ഞാൻ അവൻ്റെ അടുക്കൽ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ സഭയായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു 5 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെക്കണമെന്ന് പറഞ്ഞാൽ അവൻ അന്നേരം തന്നെ അവൻ്റെ പാസ്റ്റർക്ക് ടെക്സ്റ്റ് ചെയ്യും, പാസ്റ്ററെ ഒരു ദൈവാലോചന ഉണ്ടായി, പാസ്റ്ററും സഭയും എൻ്റെ വീട്ടിൽ വന്ന് ഒരാഴ്ച ഉപവാസിക്കണം. കണ്ടോ, കാശ് മുടക്കേണ്ടതാണ്, കാശ് മുടക്കുക. ആമേൻ, ആമേൻ. ആത്മാവിലങ്ങ് പോരാടി പ്രാർത്ഥിക്കേണ്ടതാണ്, അതിനും റെഡിയാ. പക്ഷേ നിനക്കൊന്ന് പോയി ക്ഷമ ചോദിക്കാൻ കഴിയുമോ? നിനക്കൊന്ന് പോയി താഴാൻ കഴിയുമോ? തൻ്റെ തെറ്റുകളെ ഉൾക്കൊള്ളാൻ കഴിയുമോ? തൻ്റെ തെറ്റുകളെ ഒന്ന് വെളിപ്പെടാൻ കഴിയുമോ? ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എൻ്റെ സഹോദരങ്ങളെ, 21 ഉപവസിക്കുന്നതിനെക്കാട്ടിലോ 40 ദിവസം ഉപവസിക്കുന്നതിനെക്കാട്ടിലോ 1 മണിക്കൂർ ആരാധിക്കുന്നതിനെക്കാട്ടിലോ 2 മണിക്കൂർ നിന്ന് പ്രസംഗിക്കുന്നതിനെക്കാട്ടിലോ ഏറ്റവും വിലയേറിയത് ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും കഴിയുന്ന, മാനസാന്തരപ്പെടുവാൻ കഴിയുന്ന ഒരു മനസ്സാണ്. ഇന്ന് രാത്രി ഒന്ന് ആഗ്രഹിക്കുക, കർത്താവേ, തകർന്ന ഒരു ഹൃദയത്തെ, നുറുങ്ങിയ ഒരു ഹൃദയത്തെ എനിക്ക് നൽകണമേ. അപ്പം മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ പടി പാപബോധമാണ്. ഈ പാപബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണമെന്നറിയാമോ? പാപബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗമെന്ന് പറഞ്ഞാൽ ആമേൻ, ആമേൻ, പാപത്തെ കുറിച്ചൊരു ദുഃഖമുണ്ടാകണം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യ സഭയ്ക്കകത്ത് ഒരു പാപിയായ മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ നോക്കിയിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ 5:2 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എന്ത് ചെയ്തില്ല? ദുഃഖിച്ചില്ല. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാൻ നിങ്ങൾ ദുഃഖിച്ചില്ല. നിങ്ങൾ കമ്മിറ്റി വിളിച്ചില്ലെന്നല്ല പറഞ്ഞത്, നിങ്ങൾ കൂടിയാലോചിച്ചില്ലെന്നല്ല പറഞ്ഞത്, നിങ്ങൾ നടപടി എടുത്തില്ലെന്നല്ല പറഞ്ഞത്, നിങ്ങൾ സർക്കുലർ വായിച്ചില്ലെന്നല്ല പറഞ്ഞത്. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എന്താണ്? നീ ഇരുന്നൊന്ന് ദുഃഖിച്ചില്ല. ആമേൻ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ജീവിതത്തിനകത്ത് ഒന്നാമത് വേണ്ട അനുഭവ പാപങ്ങളെ കുറിച്ചൊരു സങ്കടമാണ്. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വന്നുപോയല്ലോ, എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വന്നുപോയല്ലോ. ആമേൻ. പാപങ്ങളെ കുറിച്ചൊരു ദുഃഖമുണ്ടാകണം. എൻ്റെ സഹോദരങ്ങളെ, പാപം 4 സ്റ്റെപ്പാണ്. 1, പാപം സംഭവിക്കുക. 2, ചെയ്ത പാപം എന്ത് ചെയ്യുമെന്നറിയാമോ? ആവർത്തിക്കും. 3, ആ പാപം എന്തായിത്തീരുമെന്നറിയാമോ? അതൊരു ശീലമായി മാറും. 4, ആ പാപം എന്തായിത്തീരുമെന്നറിയാമോ? ഒരു സംസ്കാരമായി മാറും. ആമേൻ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഒരു മനുഷ്യൻ ആദ്യം പോയി ഒന്ന് കള്ളു കുടിച്ചെന്നിരിക്കട്ടെ, അവൻ പിന്നെയും എന്ത് ചെയ്യും? കള്ളു കുടിക്കും. അത് ആവർത്തിക്കാം. 3ാമത് അവനിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഇതൊരു ശീലമാകും. 4, ഇവന്റെ കുടുംബത്തിനകത്ത്, ഇവന്റെ ചുറ്റുപാടിനകത്ത്, ഇവന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ അത് എന്തായിത്തീരുമെന്നറിയാമോ? അതൊരു സംസ്കാരമായി മാറ്റപ്പെടും. നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം കൂടുമ്പോ, സ്തോത്രം, കല്യാണത്തിന്റെ തലേന്ന് കുപ്പി എടുത്തു കൊടുക്കുക എന്നുള്ളത് എന്താണ്? ഒരു സംസ്കാരമാണ്. ആമേൻ. അതൊരു പാപമല്ല, അതൊരു പാപത്തിന്റെ ആവർത്തനമല്ല, അത് പാപത്തിന്റെ ശീലമല്ല, പകരം എന്താണ്? ഒരു സംസ്കാരമാണ്. ആമേൻ. ഗൾഫിലൊക്കെ ആൾക്കാർ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആമേൻ, യൗവനക്കാര് പിള്ളേർ ചോദിക്കുന്ന, അളിയ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. കൊണ്ടുവന്നിട്ടില്ലെന്ന് പറഞ്ഞ പറയും, നീ എന്തൊരു മനുഷ്യനാണ്, സംസ്കാരമില്ലാത്തവൻ, വിവരമില്ലാത്തവൻ. അപ്പൊ കുപ്പി കൊണ്ടുവരുന്നത് ഇപ്പൊ എന്തോ ആയി തീർന്നോ? ഒരു സംസ്കാരമായി തീർന്നോ? പാപം ആരംഭത്തിൽ ഒരു മനുഷ്യനിൽ സംഭവിച്ചാൽ 2, ആ തെറ്റ് ആവർത്തിക്കുക. 3, ആ തെറ്റ് എന്തായി തീരുമെന്നറിയാമോ? ഒരു ശീലമായി തീരുക. 4, അത് സംസ്കാരമായി തീരുക. ആമേൻ. ഇതിനകത്തൊരു പാപബോധം ഉണ്ടാകുമോ? ഇതിനകത്തൊരു കുറ്റബോധം ഉണ്ടാകുമോ? ഇല്ല. കേരളത്തിന്റെ ഒരു ജില്ലയുടെ ഒരു ഭാഗത്തിലേക്ക് നാം ശ്രദ്ധിച്ചാൽ എല്ലാ വീടുകളിലും അവർ വാറ്റാറുണ്ട്. ആ വാറ്റുന്നത് അവർക്കൊരു പാപമല്ല. 2, ഈ വാറ്റിയ അവരുടെ വീട്ടിലുണ്ടാക്കിയ സാധനം അവർ മേശയ്ക്ക് ചുറ്റും ഇരുന്നവരെല്ലാവരും കുടിക്കാറുണ്ട്. അത് ഒരു പാപവുമല്ല. അവരുടെ ജീവിതത്തിൽ അതൊരു തെറ്റേ അല്ല. കാരണം അതവരുടെ സംസ്കാരമാണ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പാപത്തിന്റെ മനോബോധം ഉണ്ടായി
ദുഃഖമുണ്ടായില്ലെങ്കിൽ, പാപത്തെക്കുറിച്ച് ദുഃഖമുണ്ടായില്ലെങ്കിൽ, പാപം ഒരു ശീലമാകും, പാപം ഒരു സംസ്കാരമാകും. ഒരിക്കലും അതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയാതെ വണ്ണം അതിനകത്ത് ബന്ധിക്കപ്പെട്ടു പോകും. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ തെറ്റുകളെ കുറിച്ച് നിനക്കൊരു മനസ്താപം, ഒരു സങ്കടമുണ്ടാകണം. നിനക്കൊരു സങ്കടമുണ്ടാകണം, നിനക്കൊരു സങ്കടമുണ്ടാകണം, നിനക്കൊരു സങ്കടമുണ്ടാകണം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ചിലരുടെയൊക്കെ വാഹനത്തിൽ കയറുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? വണ്ടിയെ കയറി ഗ്ലാസ് മുഴുവനും പൊക്കിയിട്ടിട്ട് വഴിയെ പോകുന്ന എല്ലാ വണ്ടിക്കാരനെയും ചീത്ത വിളിക്കും, വഴിയെ പോകുന്ന സകല വണ്ടിക്കാരനെ വൃത്തികേട് പറയും. സ്തോത്രം. എന്നാൽ ഇവന്റെ വണ്ടിക്കകത്തിരിക്കുന്നവർ മാത്രമല്ലേ ഇത് കേൾക്കുന്നുള്ളൂ? ആമേൻ. ഇത് ഇവന്റെ ഒരു ശീലമാണ്. എന്താണെന്നറിയാമോ? വണ്ടിക്കകത്ത് കയറിയാൽ ഇവന് ചീത്ത വിളിച്ചാലേ ഇവന് വണ്ടി ഓടത്തുള്ളൂ. വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇതിവൻ സാധാരണമായി ചെയ്തുകൊണ്ടേയിരിക്കുക. അത് അവന്റെ ഒരു ശീലമാണ്. ആമേൻ. അത് അവന്റെ ഒരു സംസ്കാരമാണ്. ആമേൻ. അവൻ അതിനെക്കുറിച്ച് ഒരിക്കലും എന്തുണ്ടാകുന്നില്ല, ഒരു കുറ്റബോധമുണ്ടാകുന്നില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പാപം ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു സന്തത സഹചാരിയാകുമ്പോൾ ഈ രാത്രി തിരിച്ചറിയണം, ജീവിതത്തിൽ പാപങ്ങളെ കുറിച്ചൊരു സങ്കടമുണ്ടാകട്ടെ. പാപങ്ങളെ കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നാൽ പോരാ, ഒന്ന് പാപം വെളിപ്പെടണം. വെളിപ്പെട്ട പാപത്തെക്കുറിച്ച് നമുക്ക് ഒരു അയ്യോഭാവം തോന്നണം. 3, നമ്മുടെ ജീവിതത്തിലെ അയ്യോഭാവത്തിനകത്ത് പാപത്തെക്കുറിച്ച് സങ്കടമുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ പാപത്തെ നമ്മൾ ഏറ്റുപറയണം, ഏറ്റുപറയണം, ഏറ്റുപറയണം. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, അപ്പോൾ ഒരു ചോദ്യം വരും, ആരോടാണ് പാപങ്ങളെ ഏറ്റുപറയേണ്ടത്? പാപങ്ങളെ ഏറ്റുപറയേണ്ടത് 2 പേരോടാണ് ഏറ്റുപറയേണ്ടത്. ഒന്ന്, ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടുണ്ടോ അവനോട് ഞാൻ ഏറ്റുപറയണം. ഞാൻ എൻ്റെ സഹോദരനെ ഉപദ്രവിച്ചിട്ട്, ഞാൻ എൻ്റെ സഹോദരനെ വായി പിടിച്ചത് മൊത്തം പറഞ്ഞിട്ട്, ആമേൻ, ഞാൻ വീട്ടിൽ പോയിരുന്ന് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല. നീ സഹോദരനോട് പിഴച്ചാൽ നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് നീ യാഗപീഠത്തിൽ എത്തുന്നതിന് മുന്നമേ അവനും നീയും മാത്രമുള്ളപ്പോൾ അവന്റെ അടുക്കൽ പേഴ്സണലി പോയി നിരന്നുകൊള്ളണോ? ആമേൻ. ഞാൻ ഈ കർത്താവിന്റെ ദാസനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോടല്ല ആദ്യം ക്ഷമയോദിക്കേണ്ടത്, ഞാൻ കർത്താവിന്റെ ദാസനോടാണ് ക്ഷമയോദിക്കേണ്ടത്. 2, സ്തോത്ര, അതിനോടനുബന്ധമായി ക്ഷമ ചോദിക്കണം. എന്താണ് ക്ഷമ ചോദിക്കേണ്ടതെന്നറിയാമോ? ഞാൻ ഈ കർത്തൃദാസനെ കുറിച്ച് ഈ കർത്തൃദാസന്റെ അടുക്കൽ കുറ്റം പറഞ്ഞെന്നിരിക്കട്ടെ, ഞാൻ ഈ കർത്തൃദാസനെ കുറിച്ച് ഈ കർത്തൃദാസന്റെ അടുക്കൽ കുറ്റം പറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പറയുക, അച്ഛാ, ഞാൻ പലരുടെ അടുക്കലും അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ അങ്ങ് ക്ഷമിച്ചോണം, അദ്ദേഹം അങ്ങ് ക്ഷമിക്കാം. പക്ഷേ എൻ്റെ കുറ്റം അവിടെ കിടക്കത്തില്ലയോ? കിടക്കും. യഥാർത്ഥ മാനസാന്തരമാണെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പറയണം, ഞാൻ അന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ എൻ്റെ അറിവില്ലായ്മയ്ക്കകത്തോ എൻ്റെ ഭോഷത്വത്തിലുമാണ്, അത് മനസ്സിനകത്ത് വെക്കരുത്, അത് എൻ്റെ തെറ്റാണെന്ന് ആ തെറ്റിനെ ഞാൻ ഏറ്റെടുക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്ന് എൻ്റെ ദൈവമേ എന്ന് ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. എറണാകുളം ഭാഗത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്തോത്ര, കൊച്ചു കൊച്ചു കുട്ടികൾ വരെ പോയിരുന്നു പറയും, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആമേ. ഈ കൊച്ചുങ്ങളിരുന്ന് എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എൻ്റെ ദൈവമേ ഇവൻ എന്തോ പിഴച്ചിട്ടാണോ ഈ പറയുന്നതെന്ന്. എൻ്റെ സഹോദരങ്ങളെ, 4-5 വയസ്സിൽ എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ ഇത് പറഞ്ഞൊരു 20 വയസ്സാകുമ്പോഴത്തേക്ക് ഇവൻ ഈ പിഴയെന്ന് പറയുന്നതിൻ്റെ പേരിൻ്റെ അർത്ഥം എന്തുവാണെന്ന് പോലും അറിയാതായി പോരും. ആമേൻ. ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത് ഹൃദയം തട്ടിയുള്ളതായിരിക്കണം. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിൽ, ലോകത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു ധൈര്യം ഉണ്ടാകണം. ഞാൻ മുഖാന്തരം ഒരു മനുഷ്യന് മുറിവേറ്റിട്ടില്ല, ഞാൻ മുഖാന്തരം ഒരുത്തൻ്റെ അനുഗ്രഹം തടയപ്പെട്ടിട്ടില്ല, ഞാൻ മുഖാന്തരം ഒരുത്തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ മുഖാന്തരം ഒരുത്തൻ്റെ മാനം നഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ മുഖാന്തരം ഒരുത്തൻ്റെ ഉയർച്ച തടയപ്പെട്ടിട്ടില്ല. ഞാനിരിക്കുന്ന ഒരു സിംഹാസനമോ വേറൊരുത്തൻ അവകാശം
അവകാശപ്പെട്ടതല്ല. ഞാൻ അനുഭവിക്കുന്ന ഒരു നന്മയോ വേറൊരുത്തൻ അവകാശപ്പെട്ടതല്ല. മനസാക്ഷിയുടെ ധൈര്യം, മനസാക്ഷിയുടെ നിർമ്മലത അത് ഏറ്റുപറയുമ്പോഴാണ് ലഭിക്കുന്നത്. ആമേൻ. ഒരു മനുഷ്യൻ ഏറ്റുപറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? 1 യോഹന്നാൻ 1:9 അവിടെ പറയുകയാണ്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം. അടുത്ത 2 വാക്കുകൾ കേൾക്കണം. ദൈവം വിശ്വസ്തനാണ്, ദൈവം നീതിമാനാണ്. ഞാൻ എൻ്റെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ ദൈവം തൻ്റെ വിശ്വസ്തത എനിക്ക് വേണ്ടി നീട്ടും. ദൈവം തൻ്റെ നീതി എനിക്ക് വേണ്ടി പ്രദർശിപ്പിക്കുക. ഇന്ന് രാത്രി പാപങ്ങളെ ഏറ്റുപറയാൻ നീ ഭയപ്പെടരുത്. ദൈവത്തിന് മുൻപാകെ നീ പാപങ്ങളെ ഏറ്റുപറയണം. ഒരു കുമ്പസാരക്കൂട്ടിന്റെ മുമ്പിൽ ഒരു മനുഷ്യനോടല്ല നീ ഏറ്റുപറയേണ്ടത്. ഒരു പ്രതിമയുടെ മുൻപാകെ വഴിത്തലയ്ക്കൽ പോയി തിരിവെച്ച് കത്തിച്ചല്ല നീ പറയേണ്ടത്. നിന്റെ അറയിൽ കടന്ന് വാതിലടച്ച് എൻ്റെ ദൈവമേ എന്നുറക്കെ വിളിച്ച് നീ ദൈവത്തോട് നിലവിളിച്ചു പറയണം, എനിക്ക് സംഭവിച്ചു പോയി, എനിക്ക് സംഭവിച്ചു പോയി, ഇതെന്റെ പാപമാണ്, ഇതെന്റെ പിഴയാണ്. ആമേൻ. ആരോട് പാപം ഏറ്റു പറയണം? ഞാൻ ഇങ്ങനെ പറയോ, പാപങ്ങളെ മോചിക്കാൻ കഴിയുന്നവനോട് പാപങ്ങളെ ഏറ്റു പറയണം. പാപങ്ങളെ ക്ഷമിക്കാൻ കഴിയുന്നവനോട് പാപത്തെ ഏറ്റു പറയണം. ഇന്ന് രാത്രികാല ഞാൻ ഒരു വാക്ക് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. പാപം ശാപമായി തീരും, പാപം ശാപമായി തീരും. ആകയാൽ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾ 1 സെന്റ് വസ്തു വാങ്ങിയിട്ട് കൊടുത്തില്ലെങ്കിലോ, ഒരു കൂര കുത്തി കൊടുത്തില്ലെങ്കിലോ, തലമുറകളുടെ മേലൊരു ശാപം വെച്ചിട്ട് പോകരുത്. പകരം വെടിപ്പുള്ള കയ്യോ നിർമ്മല ഹൃദയവുമുള്ളവൻ യഹോവേ, അവനല്ലേ നിന്റെ കൂടാരത്തിൽ പാർക്കുന്നത്. യഹോവേ, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ അവനല്ലേ കയറുന്നത്. ഇന്ന് രാത്രി നമുക്കൊന്ന് കൊതിക്കാം, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പകരണമേ. എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്ത്യാനിറ്റിയുടെ മുഖമുദ്ര എന്നുള്ളത് വിശുദ്ധിയാണ്. ക്രിസ്ത്യാനിറ്റിയുടെ അടയാളം എന്നുള്ളത് വിശുദ്ധിയാണ്. ദൈവസഭയ്ക്ക് വിശുദ്ധി കൈമോശം വരരുത്. ദൈവസഭയ്ക്ക് നിർമ്മലത കൈമോശം വരരുത്. ദൈവസഭയ്ക്ക് ആ വിശുദ്ധിയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകരുത്. ദൈവസഭയ്ക്ക് ആരാധന വേണോ? പക്ഷെ ആരാധന എങ്ങനെയായിരിക്കണമെന്നറിയാമോ? വിശുദ്ധ അലങ്കാരത്തോടെ യഹോവയെ ആരാധിപ്പി. ആമേ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹൃദയം തുറന്ന് ദൈവസന്നിധിയിലോ നാം മുറിവേൽപ്പിച്ചവരുടെ അടുക്കലും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാ. അമ്മേ, ഇന്ന് രാത്രി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം, യേശു കർത്താവ് എരിഹോവിലെത്തി കടന്നു പോവുകയാണ്. എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ആൾക്കൂട്ടം മുഖാന്തരം യേശുവിനെ കാണുവാൻ കഴിയാത്ത കുറിയനായ ഒരു മനുഷ്യൻ കാട്ടത്തിയുടെ മുകളിൽ ഇരുന്ന് യേശുവിനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ യേശു ആ കാട്ടത്തിയുടെ ചുവട്ടിലേക്ക് തൻ്റെ കാലടികളെ തീട്ടിത്തിരിച്ച് അവനെ പേര് വിളിച്ച് താഴെ ഇറക്കി അവൻ്റെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ സമൂഹം മുഴുവൻ വിളിച്ചു പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് അവൻ കയറി പോകുന്നു. പക്ഷെ സക്കായി തിരിഞ്ഞു നിന്ന് യേശുവിന്റെ അടുക്കൽ ഏറ്റുപറഞ്ഞു. എന്താ ഏറ്റുപറഞ്ഞെന്നറിയാമോ? കർത്താവേ, ഞാൻ ചതിവായി വാങ്ങിയതൊക്കെ 4 മടങ്ങായി ഞാൻ തിരിച്ചു കൊടുത്തോളാം. കർത്താവേ, ഞാൻ ഏറ്റുപറയുകയാണ്. പിന്നെയും ഞാൻ പറയുന്നത് എന്താകുന്നുവെന്നറിയാമോ? കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ എന്ത് ചെയ്യാ? ഞാൻ ദരിദ്രർക്ക് കൊടുത്തുകൊള്ളാം. കേട്ടപാടെ യേശു എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? ഇവൻ അബ്രഹാമിന്റെ സന്തതിയാണ്, ഇവന് രക്ഷ വരികയാണ്. ഇന്ന് രാത്രി നീ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അബ്രഹാമിന്റെ വംശാവലിക്കകത്ത് കിടക്കുന്ന സകല അനുഗ്രഹങ്ങളോ നിന്റെ മേൽ കണക്ട് ആവുകയാണ്. അബ്രഹാമിന്റെ സന്തതിയുടെ മേൽ പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളോ അത് നീയുമായി കണക്ട് ആവുകയാണ്. ഇന്ന് രാത്രി ഈ പന്തല് വിട്ടിട്ട് ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിന്റെ വീട്ടിനകത്തിരുന്ന് ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് ഹൃദയം തുറന്നൊന്ന് പറ, അപ്പാ, പറ്റിപ്പോയത് എന്നോട് ക്ഷമിക്കണമേ. ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കാം, ഒരുപക്ഷെ ശാരീരികമായിരിക്കാം, ഒരുപക്ഷെ രാഷ്ട്രീയമോ സാമൂഹികമായിരിക്കാം, ഒരുപക്ഷെ ഉദ്യോഗ തലത്തിലുള്ളതായിരിക്കാം. ജീവിതത്തിൽ
ക്ഷമ ചോദിക്കണം, ജീവിതത്തിൽ ക്ഷമ ചോദിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം ആഴമായി ഇടപെടുമ്പോഴാണ് അവൻ്റെ മേൽ പാപബോധമുണ്ടാകുന്നത്. എൻ്റെ 33-ാമത്തെ വയസ്സിൽ ഞാൻ തുടർമാനമായി എൻ്റെ രാത്രികൾ അസ്വസ്ഥമാവുകയാണ്, രാത്രികൾ ഭയങ്കരമായി വിഷമത്തിലാവുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴോ പിശാച് എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ ഒരു പാപത്തെ ഉയർത്തി കാണിച്ച് എന്നോട് വാദിക്കുകയാണ്. എനിക്കത് വിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ ആകെ വിഷമിക്കുന്ന പ്രതിസന്ധിയാണ്. ഞാൻ 20-ാമത്തെ വയസ്സാവുന്നതിന് മുമ്പേ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്. ഏതാണ്ട് 13 വർഷം കഴിഞ്ഞ് ശുശ്രൂഷയിൽ ഇപ്പോൾ എന്നെ രാത്രിയുടെ യാമങ്ങളിൽ നിട്ട് അലട്ടുകയാണ്. എന്താണ് പ്രശ്നമെന്നറിയാമോ? 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരുത്തനെ അടിച്ചു. ഇപ്പോൾ അതെൻ്റെ മനസ്സിൽ കിടന്ന് ഭയങ്കര വ്യാകുലതയാണ്. അവൻ എവിടെയാണെന്നോ അവൻ്റെ പേരിന് ഒന്നും എനിക്കറിയില്ല. ആമേൻ. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച വേറെ ഒരു കൂട്ടുകാരൻ്റെ വീട് എനിക്കൊരു കുഞ്ഞ് ഓർമ്മയുണ്ട്. 6-ാം ക്ലാസ് അല്ലേ. ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഇന്നാരുടെ നമ്പർ എനിക്കൊന്ന് വേണോ? അവൻ ചോദിച്ചത്, ആ നമ്പർ എടുത്തു തരാം. നീ ചർച്ചിൻ്റെ നീ സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഇല്ലല്ലോ, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഗ്രൂപ്പിലൊന്നും ജോയിൻ ചെയ്യുന്നില്ല, എനിക്ക് അവൻ്റെ നമ്പർ മാത്രം വേണം. അപ്പം ചോദിച്ചു, എന്താണ് ആ പ്രശ്നമെന്ന് ചോദിച്ചോ? ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഇന്ന ക്ലാസ്സിൽ വെച്ചേ ഇന്നടത്ത് വെച്ച് അവനെ ഇടിച്ചായിരുന്നെന്ന് പറഞ്ഞ. അപ്പം ഇവൻ എന്നെ കേട്ടിട്ട് ഭയങ്കര ചിരി. ഇവൻ എന്നെ ചിരിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ആരുടെ അടുത്തൊക്കെ പോയി ക്ഷമ ചോദിക്കണം, നീ അത് വിട്ടുകളയടാ, അതൊന്നും അവൻ ഓർമ്മ കാണത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൻ ഓർമ്മയുണ്ടെങ്കിലും ഇല്ലേലും എനിക്ക് ക്ഷമ ചോദിക്കണം, എനിക്ക് സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞു. അവൻ പക്ഷേ എനിക്ക് നമ്പർ തന്നില്ല കേട്ടോ. അന്ന് ഏതാണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൾ എന്നെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരിടത്തിരിക്കുക. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഞാനിങ്ങനെ ഫോണിൽ കൂടെ ഞാൻ അറിയാതെ ഇങ്ങനെ കൈകുപ്പി നിന്നിട്ട് പറയാ, എടാ അന്ന് ഞാൻ നിന്നെ അടിച്ചുപോയി, എന്നോട് ക്ഷമിക്കണമെന്ന്. ഇവൻ എൻ്റെ അടുക്ക പറയും, എനിക്കത് ഓർമ്മ പോലും ഇല്ലല്ലോടാ എന്ന്. എന്നിട്ട് രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞു, ആമേൻ, നീ ഒത്തിരി അടി കൂടിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും നിനക്കിതിങ്ങനെയൊക്കെ ഓർമ്മ വരുന്നത്. ഞങ്ങൾക്കതൊന്നും ആ കാലഘട്ടത്തിലൊന്നും ഓർമ്മ പോലും ഇല്ലെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ തെറ്റ് ഒരു പക്ഷേ നമ്മളെ അടിച്ചവനോ നമ്മൾ വഴക്ക് കൂടിയവരോ പോലും ഒരു പക്ഷേ എന്ത് ചെയ്യുന്നില്ലായിരിക്കുക, അത് ഓർക്കുന്നില്ലായിരിക്കുക. പക്ഷേ പിശാച് അത് എന്ത് ചെയ്യുമെന്നറിയാമോ? അത് നമുക്കെതിരെ വാദിക്കും. എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുക്കലൊക്കെ ഞാൻ പറയുക, എൻ്റെ മക്കളെ, നമ്മുടെ കുഞ്ഞുനാളിൽ കൗമാരത്തിൽ ടീനേജിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിച്ചുപൊളി പരിപാടി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും. ഞങ്ങളുടെയൊക്കെ കാലത്ത് കോളേജിൽ പറയുന്നൊരു വേടായിരുന്നു അർമാദിക്കണമെന്ന്. ആമേൻ. ഇന്നതുണ്ടോ എന്നറിയത്തില്ല. ഏട്ടാ വന്നാൽ പോയി അങ്ങ് അർമാദിക്കാമെന്ന് പറയാം, അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞുള്ള ഇതാ. പക്ഷെ അതങ്ങോട്ട് ഹിറ്റായില്ല. ആമേൻ. എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ അർമാദനത്തിൻ്റെ കാലമൊക്കെ കഴിയും കേട്ടോ, ഈ അടിച്ചുപൊളിയുടെ കാലമൊക്കെ കഴിയും. ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കാകും. ആമേൻ. ജീവിതത്തിൻ്റെ വഴികൾ നമ്മൾ ഏകാന്തത അനുഭവിക്കുക. അന്ന് ഈ സകല പൈശാചിക പ്രേത ഭൂത പിശാചുക്കളും കൂടെ ഇരുട്ടിനകത്ത് വന്നു നിന്ന് നമ്മളോട് പറയും, അന്ന് നീ അത് ചെയ്തത് കൊണ്ടാണ്, അന്ന് നീ ഇത് ചെയ്തത് കൊണ്ടാണ്, അന്ന് നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, നീ ഗതി പിടിക്കത്തില്ലെന്ന് പറയും. ഇവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. യോശുവയുടെ വലത്ത് ഭാഗത്ത് നിന്ന് സാത്താൻ വാദിച്ചത് മാത്രമല്ല, എൻ്റെയും നിന്റെയും വലത്ത് ഭാഗത്ത് പിശാച് വന്ന് നിൽക്കും. നീ ബസ്സിന് കല്ലെറിഞ്ഞവനല്ലേ, നീ കോളേജിന്റെ ഗ്ലാസ് തല്ലി പൊട്ടിച്ചവനല്ലേ, നീ പ്രിൻസിപ്പാളിനെ ഖരോവ ചെയ്തവനല്ലേ, നീ ക്ലാസ്സിൽ വന്ന ടീച്ചറിനെ കളിയാക്കിയവനല്ലേ, നീ ക്ലാസ് കട്ട് ചെയ്ത് നടന്നവനല്ലേ, നീ ഗതി പിടിക്കത്തില്ല, നീ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് മോട്ടിച്ചവനല്ലേ, നീ അമ്മയെ പള്ളു പറഞ്ഞവനല്ലേ, നീ ഗതി പിടിക്കത്തില്ല കേട്ടോ. പിശാച് ഇങ്ങനെ ജീവിതത്തിൽ ഇപ്പൊ പിശാച് പറയും, ചെയ്തോ എന്ന് പറയും, തോണ്ടറ അപ്പൻ്റെ പോക്കറ്റ് ഇഷ്ടം പോലെ കാശിരിക്കൊണ്ട് എടുത്തോളാൻ പറയും. പക്ഷേ പിന്നീട് 10 വർഷം കഴിഞ്ഞിട്ട് ഇതേ കള്ളസാത്താൻ വന്നിട്ട് പറയും, നീ അന്ന് അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തില്ലേ, നീ കള്ളനാടാ, നീ ഗതി പിടിക്കത്തില്ലെന്ന്. കണ്ടോ, ഒരേ സാത്താൻ 2 മുഖം നമ്മളോട് കാണിക്കും. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, ജീവിതത്തിന്റെ ഏകാന്തതയുടെ വഴിത്താര തുറക്കുന്നതിന് മുമ്പേ, ജീവിതത്തിന്റെ ഒറ്റപ്പെടലിന്റെ രാത്രികൾ വരുന്നതിന് മുന്നമേ, ദുർദിവസങ്ങൾ വരുന്നതിന് മുന്നമേ, കഷ്ടരാത്രികൾ വരുന്നതിന് മുന്നമേ, വ്യർത്ഥമാസങ്ങൾ വരുന്നതിന് മുന്നമേ ജീവിതത്തിൽ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്നതിന് ആദ്യമായി പാപങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാകണം. 2, ആ പാപങ്ങളെ കുറിച്ച് സങ്കടമുണ്ടാകണം. 3, ഈ പാപങ്ങളെ കുറിച്ച് നമുക്ക് എന്തുണ്ടാകണമെന്നറിയാമോ? ഏറ്റുപറച്ചിലുണ്ടാകണം.
ഏറ്റുപറയുന്നതോടുകൂടി എല്ലാ പ്രശ്നവും തീരുമെന്ന് കരുതരുത് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്ന സഭയിൽ ഒരു വീട്ടിൽ പ്രാർത്ഥന വെച്ചു. ആ വീട്ടിൽ പ്രാർത്ഥന വെച്ചിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുത്തു. ഫുഡൊക്കെ ഉണ്ട്, ഭയങ്കര ഫുഡാണ്, ഭയങ്കര പ്രാർത്ഥനയാണ്. എന്നിട്ട് നമ്മുടെ വീട്ടു പ്രാർത്ഥനയ്ക്കൊക്കെ ആ വീട്ടിൽ അച്ചായന് സാക്ഷി പറയാനൊരു അവസരം കൊടുക്കുമല്ലോ. ഭയങ്കര ബംഗ്ലാവാണ്, വലിയ കാറാണ്, എല്ലാം ഉണ്ട്. എന്നിട്ട് അച്ചായന് സാക്ഷിക്ക് കൊടുത്തപ്പം കരഞ്ഞോണ്ട് സാക്ഷി പറയാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സൗദിയിലായിരുന്ന കാലത്ത് ഒത്തിരി കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. എൻ്റെ സമ്പത്തിലേറിയ ഭാഗവും ഞാൻ ആവിധമായിട്ടുള്ള വിധത്തിൽ സമ്പാദിച്ചതാണ്. അതിൻ്റെ ഒരു കുറ്റബോധം എന്നിൽ കുറെ നാളുകളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും വിളിച്ചൊരു പ്രാർത്ഥന നടത്തി. ആമേൻ. എല്ലാവർക്കും ചോറ് കൊടുത്തതെന്ന്. പാപം പോവോ? അതുകൊണ്ട് ആ സദൃശവാക്യം ഞാനിങ്ങനെ വണ്ടറടിച്ചു. ഞാൻ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, ഇതെന്തോ ഇന്നത്തെ കാണുന്ന പരിപാടി? അവിടെ ഇരുന്ന പാസ്റ്ററും കൈയടിച്ചു, ആമേൻ എന്ന് പറഞ്ഞു, ഹല്ലേലൂയ എന്ന് പറഞ്ഞു. പക്ഷെ നാളുകൾ ഏറെ കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രാർത്ഥനയുടെ ബിരിയാണി കാശ് പോയതല്ലാതെ പാപം പോയില്ല എന്ന് പിന്നീട് ചരിത്രം ആ കുടുംബത്തിൽ വെളിപ്പെടുത്തി തന്നു. എൻ്റെ സഹോദരങ്ങളെ, സൗദിയിലെ അറബിയെ മോട്ടിച്ചിട്ട് വീട്ടിൽ വന്ന് വിശ്വാസികൾക്ക് ചോറ് കൊടുത്താൽ പാപം തീരുവോ? ഇല്ല. അതുകൊണ്ട് ആ സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞു, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. എന്നിട്ട് അടുത്ത ഭാഗം എന്താ പറയുന്നതെന്നറിയാമോ? അവയെ ഏറ്റുപറയുന്നവനെന്നല്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പൊ ആർക്കാ കരുണ ലഭിക്കുന്നത്? ആമേൻ. ഏറ്റുപറയുന്നവനോട് ദൈവം വിശ്വസ്തത കാണിക്കും. പക്ഷെ ഉപേക്ഷിക്കുന്നവനോട് ദൈവം എന്ത് ചെയ്യും? കരുണ ലഭിക്കും, കരുണ ലഭിക്കും, കരുണ ലഭിക്കും. നമ്മുടെ മുഖ്യമന്ത്രി ചില നാളുകൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ മടിയിൽ ഖനമില്ല. മടിയിൽ ഖനമുണ്ടോ? മടിയിൽ ഖനം വെച്ചിട്ട് എത്ര ഏറ്റുപറഞ്ഞാലും ആമേൻ, മനുഷ്യന്റെ മുൻപാകെ നമുക്കൊരു പക്ഷെ നീതീകരിക്കപ്പെടാം. മനുഷ്യന് പക്ഷേ മാനസാന്തരം അന്യപ്പെട്ടു പോകും. ഇന്ന് രാത്രി മാനസാന്തരത്തിന്റെ 4ാമത്തെ പടി എന്ന് പറയുന്നത് ഉപേക്ഷണമാണ്. അപ്പോൾ എന്തൊക്കെ ഉപേക്ഷിക്കണം? ആമേൻ. അനധികൃതമായി നമ്മളുടെ കയ്യിലുള്ളതെല്ലാം ഉപേക്ഷിക്കണം. അത് ചിലപ്പോൾ ചില ബന്ധങ്ങളായിരിക്കും, അത് ചിലപ്പോൾ ചില ശീലങ്ങളായിരിക്കും, അത് ചിലപ്പോൾ ചില വസ്തുക്കളായിരിക്കും, അത് ചിലപ്പോൾ ചില സ്വഭാവങ്ങളായിരിക്കും. എന്തുമായിരിക്കട്ടെ, അത് ഉപേക്ഷിക്കണം. എല്ലാ ദിവസവും അടിച്ചിട്ട് ദൈവമേ എൻ്റെ ബലഹീനതയിൽ അങ്ങ് അടിക്കുന്നതാണ്, ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ ആമേൻ, കിക്ക് വിടുന്നുടനെ പിന്നെയും നീ അത് തന്നെ ചെയ്യും. പക്ഷേ ആമേൻ, ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ ദൈവത്തിന് മുൻപാകെ പറയണം, എന്തു സംഭവിച്ചാലും ഞാൻ ഇനി ഇത് തൊടത്തില്ല. ജീവിതത്തിൽ ഒരുപക്ഷെ മാനുഷിക തീരുമാനം കൊണ്ടത് സാധിക്കത്തില്ല. അവിടെയാണ് ദൈവത്തിന്റെ കൃപ, അവിടെയാണ് ദൈവത്തിന്റെ കൃപ. അതാണ് ഞാൻ മുൻപേ പറഞ്ഞത്, മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണമുള്ള മനോഭാരം നിന്നിലുണ്ടെങ്കിൽ, ദുഃഖം നിന്നിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം എന്ത് ചെയ്യും? മാനസാന്തരം നൽകുക തന്നെ ചെയ്യും. അപ്പൊ ഉപേക്ഷിക്കുന്നവന് ദൈവം കരുണ കാണിക്കും. അപ്പൊ മാനസാന്തരത്തിന്റെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവൻ എന്ത് ചെയ്യണം? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായിട്ട് വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നു. അപ്പം മാനസാന്തരത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യണം? വെള്ളത്തിൽ സ്നാനമേൽക്കണം. മാനസാന്തരപ്പെടണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവൻ അവൻ എന്ത് ചെയ്യണം? അവൻ വെള്ളത്തിൽ സ്നാനമേൽക്കണം. ഒരു മനുഷ്യന്റെ മാനസാന്തരത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തിയാണ് എന്ത്? സ്നാനം എന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് തന്റെ പ്രഥമ പ്രഭാഷണത്തിൽ 11 ചേർന്ന് നിന്ന് വിളിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:38. ആമേൻ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഒരു കുടുംബത്തിൽ എത്ര പേര് സ്നാനമേൽക്കണം? അപ്പൻ സ്നാനപ്പെട്ടാൽ മതിയോ? അമ്മ സ്നാനപ്പെട്ടാൽ മതിയോ? മോൻ സ്നാനപ്പെട്ടാൽ മതിയോ? ഭർത്താവ് സ്നാനപ്പെട്ടാൽ മതിയോ? ഓരോരുത്തൻ സ്നാനപ്പെടണം. അപ്പൻ സ്നാനപ്പെട്ടത് കൊണ്ട് മക്കൾ അനുഗ്രഹിക്കപ്പെടത്തില്ല.
അപ്പനാ അല്ല സ്നാനപ്പെടേണ്ടത്, അപ്പനും അമ്മയും മക്കളും ഓരോരുത്തരും സ്നാനമേൽക്കണം. സ്നാനം വ്യക്തിപരമാണ്, സ്നാനം സഭാപരമല്ല, സ്നാനം സാമൂഹികമല്ല, സ്നാനം കുടുംബപരമല്ല, സ്നാനം വ്യക്തിപരമാണ്. ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, സ്നാനമേൽപ്പീൻ. ബാപ്റ്റിസോ, സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അവൻ നിമജ്ഞനം ചെയ്യപ്പെടുക, വെള്ളത്തിൽ മുഴുകലായി അവൻ മുങ്ങുക എന്നുള്ളതാണ്. അവൻ സ്നാനമേൽക്കണം. എൻ്റെ സഹോദരങ്ങളെ, സ്നാനമേൽക്കണം. സ്നാനമേൽക്കുമ്പോൾ ദൈവം നൽകുന്ന നന്മ എന്താണെന്നറിയാമോ? സ്നാനമേൽക്കുമ്പോൾ ദൈവം നൽകുന്ന നന്മ, ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അടുത്ത വാക്യം എന്താണ് പറയുന്നതെന്നറിയാമോ? എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോ ഒരു മനുഷ്യൻ സ്നാനമേറ്റ് കഴിയുമ്പോൾ അവനെ കണക്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവെന്ന ദാനത്തിനകത്താണ്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അപ്പൊ സ്നാനമേൽക്കുന്നവൻ അടുത്തതായിട്ട് എന്ത് പ്രാപിക്കണം? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. അവൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോരേണം. അപ്പൊ മാനസാന്തരപ്പെടുന്നവൻ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. സ്നാനപ്പെടുന്നവൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നവൻ അടുത്തത് എന്ത് ചെയ്യണം? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. 2 സഭയുമായി കൂട്ടായ്മ ആചരിക്കണം. 3 അപ്പം നുറുക്കണം. 4 പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. ഇതിനകത്താണ് ഒരു മനുഷ്യന്റെ ക്രിസ്ത്യാനിറ്റി പ്രബലപ്പെടുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനേകരുണ്ട്. തിരുവനന്തപുരത്തു നിന്ന് കോട്ടയത്ത് പോയി സ്നാനപ്പെട്ടിട്ട് വരും. തിരുവനന്തപുരത്തു നിന്ന് കോട്ടയത്ത് പോയി സ്നാനപ്പെട്ടിട്ട് വരും. കോട്ടയത്തു നിന്ന് തിരുവനന്തപുരത്ത് വന്ന് സ്നാനപ്പെട്ടിട്ട് പോകും. എന്തിനാണെന്നറിയാമോ? ആരും അറിയാതിരിപ്പാൻ. സ്നാനപ്പെട്ടിട്ട് പഴയ കൂടാരത്തിൽ, പഴയ കളത്തിൽ, പഴയ അവസ്ഥയിൽ, പഴയ സാഹചര്യത്തിൽ തന്നെ ഒതുങ്ങും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിലേക്ക് കടന്നു വരാം. ആമേൻ. എന്നാൽ സ്നാനപ്പെട്ടവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അവനൊരു ഉപദേശത്തിലേക്കും അവനൊരു കൂട്ടായ്മയിലേക്കും അവൻ കർത്താവിന്റെ കൽപ്പനയാകുന്ന തിരുമേശയിലേക്കും കടന്ന് അവന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടക്കണം. ഞാൻ അതിന്റെ തുടർഭാഗങ്ങളിലേക്ക് വരാം. എന്നാൽ മാനസാന്തരത്തിന് അനിവാര്യമായിരിക്കുന്ന ഒരു സംഗതിയാണ് എന്ത്? സ്നാനം എന്ന് പറയുന്നത്. എന്നാൽ ആരാണ് സ്നാനപ്പെടേണ്ടത്? ആരാണ് സ്നാനപ്പെടേണ്ടത്? സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഉള്ള 1-2 യോഗ്യതകളെ ഞാൻ പറയാം. 1-2 യോഗ്യതകൾ. അതിനകത്ത് മത്തായി സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. അപ്പൊ സ്നാനമേൽക്കുന്നവൻ എന്ത് ചെയ്യണം? പാപങ്ങളെ ഏറ്റു പറയണം. അമ്മയാരാ, അപ്പനാരാ? അമ്മയെ അപ്പയാ എന്ന് വിളിക്കാൻ കഴിയാത്ത കൊച്ചുങ്ങളെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിയാൽ അവന് പാപം ഏറ്റുപറയാൻ കഴിയുമോ? ഇല്ല. പാപങ്ങളെ ഏറ്റുപറയണമെങ്കിൽ ആദ്യം പാപബോധം ഉണ്ടാകണം. അവൻ പാപങ്ങളെ കുറിച്ച് ദുഃഖമുണ്ടാകണം. അവൻ പാപങ്ങളെ കുറിച്ച് ഏറ്റുപറയണം. അവൻ മാത്രമേ എന്ത് ചെയ്യാവൂ? സ്നാനമേൽക്കാവൂ. അവന് മാത്രമേ എന്ത് ചെയ്യാവൂ? സ്നാനം കൊടുക്കാവൂ. അല്ലാത്ത ഒരു സ്നാനവും ശരിയായ സ്നാനമല്ല. മാനസ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, സ്നാനം എന്ന് പറയുന്നത് ഒരു വലിയ ദുരന്തമല്ല കേട്ടോ. സ്നാനം എന്താണെന്നറിയാവോ? യേശു കർത്താവിന്റെ വാക്കുകളെ ഞാൻ കടമെടുത്താൽ പറയും, സ്നാനം ഒരു രക്ഷയാണ്, സ്നാനം ഒരു വിടുതലാണ്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ യേശു ഇങ്ങനെയാണ് വാമൊഴി അവസാനിപ്പിക്കുന്നത്: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെടും. എന്നിട്ട് അടുത്തത് പറയുക, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഞാൻ ആ വാക്യം പലപ്പോഴും ശിക്ഷാവിധി മാറ്റിയിട്ടൊന്ന് വായിക്കും. എന്താ എഴുതിയിരിക്കുന്നത് അറിയാവോ? വിശ്വസിക്കാത്തവൻ അകപ്പെടും, വിശ്വസിക്കാത്തവൻ അകപ്പെടും. ശിക്ഷാവിധിയിൽ മാത്രമല്ല, പലതിനകത്തും അവൻ പോയി അകപ്പെടും. പല ട്രാപ്പിലും അവൻ അകപ്പെടും, പല കെണിയിലും അവൻ അകപ്പെടും, പല കഷ്ടതയിലും അവൻ അകപ്പെടും. പക്ഷെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ അവൻ രക്ഷിക്കപ്പെടും. അപ്പൊ സ്നാനം ഒരു രക്ഷയാണ്, സ്നാനം ഒരു രക്ഷയാണ്.
എൻ്റെ സഹോദരങ്ങളെ, ഒരിക്കൽ യോഹന്നാന്റെ അടുക്കൽ സ്നാനത്തിനായിട്ട് ആൾക്കാർ വരികയാണ്. സ്നാനത്തിനായിട്ട് ആൾക്കാർ വന്നപ്പോൾ യോഹന്നാൻ അവരുടെ അടുക്കൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പുരുഷാരം അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് യോഹന്നാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. അപ്പൊ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, നീ സ്നാനമേൽക്കുമ്പോൾ നിന്റെ മുമ്പിൽ വരുവാനുള്ള ഒരു വലിയ കോപത്തിൽ നിന്ന് നീ എന്ത് ചെയ്യുകയാണ്? രക്ഷപ്പെടുകയാണ്. നിന്റെ മുമ്പിൽ പിശാച് വെച്ചിരിക്കുന്ന അനർത്ഥത്തിൽ നിന്ന്, നിന്റെ മുമ്പിൽ കാലം കെട്ടിവെച്ചിരിക്കുന്നതായ വലിയ വിപത്തിൽ നിന്ന്, വലിയ വിനാശത്തിൽ നിന്ന് ഒരു മനുഷ്യൻ സ്നാനമേൽക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? സ്നാനമേൽക്കുമ്പോൾ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അടുത്ത ഒരു ഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് ഏതായിരുന്നു? ലാസറിനെ ഉയർപ്പിച്ചതായിരുന്നു. യേശു കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ബഥാനിയിൽ അനേക അത്ഭുതങ്ങൾ നടന്നു. പക്ഷെ ബഥാനിയിൽ അത്ഭുതങ്ങൾ നടക്കാൻ തക്കവണ്ണം കാരണമായ ഒരു വിഷയം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബഥാന്യയിൽ സംഭവിച്ചു. ബഥാന്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ബഥാന്യ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബഥാന്യയിൽ യേശു അത്ഭുതങ്ങളെ ചെയ്തു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, യോഹന്നാൻ സ്നാനം കഴിപ്പിച്ച ബഥാന്യയിൽ യേശു അത്ഭുതങ്ങളെ ചെയ്തു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക, നിന്റെ സഭയിൽ എന്താ അത്ഭുതം നടക്കാത്തതെന്നറിയാമോ? നിന്റെ സഭയിൽ പാട്ടും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. നിന്റെ സഭയിൽ ചൊലുത്തും അമേൻ, നിന്റെ സഭയിൽ അമേൻ വർഷിപ്പും മാത്രമേ ഉള്ളൂ. നിന്റെ സഭയിൽ 4 വരിയായിട്ട് നിന്ന് പാട്ട് പാടുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരുത്തനും വിടുവിക്കപ്പെടുന്നില്ല, അവിടെ ഒരുത്തനും നന്മ പ്രാപിക്കുന്നില്ല. ഒരുത്തൻ ഹൈ പിച്ചിലും ഒരുത്തൻ ലോ പിച്ചിലും നടുക്ക് നിൽക്കുന്നവൻ മൊടിയുളൊക്കെ മാറ്റി നീ പാട്ടുപാടും, പിച്ചു മാറ്റി പാട്ടുപാടും. പക്ഷെ ഒരു കാര്യവും നടക്കത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? സ്നാനപ്പെടുന്നിടത്തെ യേശു അത്ഭുതം ചെയ്യുകയുള്ളൂ. ഇന്ന് രാത്രി സ്നാനം പ്രസംഗിക്കാമോ? സ്നാനം നടത്താമോ? സ്നാനം നടന്ന ബഥാന്യയിൽ യേശു അത്ഭുതങ്ങളെ ചെയ്തു. എന്താ പെന്തക്കോസുകാരുടെ അത്ഭുതം നടക്കുന്നത്? എന്താ പെന്തക്കോസിൽ ഒരുത്തം വന്നാൽ അവൻ വിടുവിക്കപ്പെടുന്നത്? എന്താ പെന്തക്കോസിൽ ഒരുത്തം വന്നാൽ അവൻ നന്നാവുന്നത്? എന്താ പെന്തക്കോസിൽ ഒരുത്തം വന്നാൽ ഉയർച്ച പ്രാപിക്കുന്നത്? എന്താ പെന്തക്കോസിൽ ഒരുത്തം വന്നാൽ സൗഖ്യം പ്രാപിക്കുന്നത്? ആമേൻ. ഒറ്റയടിക്ക് ഞാൻ ഉത്തരം പറയാം. പെന്തക്കോസിൽ സ്നാനമുണ്ട്. പെന്തക്കോസിനകത്ത് സ്നാനമുണ്ട്. ആ സ്നാനമാണ് വിടുതലിന്റെ ആധാരം. ആമേൻ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. ഇന്ന് രാത്രി നീ അത്ഭുതങ്ങളെ സ്നേഹിക്കുന്നോ? ഇന്ന് രാത്രി നീ വിടുതലുകളെ സ്നേഹിക്കുന്നോ? ഇന്ന് രാത്രി നീ നന്മയെ സ്നേഹിക്കുന്നോ? ഇന്ന് രാത്രി നീ ഉയർച്ചയെ സ്നേഹിക്കുന്നോ? ഇന്ന് രാത്രി നീ സമ്പത്തിനെ സ്നേഹിക്കുന്നോ? നീ സ്നാനമേൽക്ക്, നിനക്ക് വിടുതൽ കാണാൻ കഴിയും. യോഹന്നാൻ സ്നാനം കഴിപ്പിച്ച ബഥാന്യയിൽ യേശു അത്ഭുതങ്ങളെ ചെയ്തു. അങ്ങനെയെങ്കിൽ ഞാൻ പറയും, ഞാൻ സ്നാനപ്പെടുത്താൻ തുടങ്ങിയാൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സ്നാനം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഞങ്ങൾ സ്നാനം പ്രസംഗിക്കും, യേശു അത്ഭുതങ്ങളെ ചെയ്യും. ഞങ്ങൾ സ്നാനം നടത്തും, യേശു അത്ഭുതങ്ങളെ ചെയ്യും. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ സ്നാനമേൽക്കുമ്പോൾ, റോമലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അവിടെ പറയുകയാണ്, അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പം സ്നാനത്തിൻ്റെ 2 ഗുണങ്ങളാണ് പറയുന്നത്. സ്നാനമേറ്റാൽ നീ പിന്നെ ആരുമായിട്ട് കണക്റ്റഡായി? യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുകയാണ്. നമുക്കിങ്ങനെ പാട്ടുപാടാം, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. സ്നാനപ്പെടാത്തിടത്തോളം ഇതൊന്നും ചേർന്നിട്ടില്ല കേട്ടോ. യേശുവിനോട് ചേർന്നിരിക്കണമെങ്കിൽ നീ സ്നാനപ്പെടണം. ഇനിയും യേശുവിനോട് ചേരുവാൻ തക്കവണ്ണമേ ആ സ്നാനമേറ്റത്. പക്ഷേ ആ സ്നാനമേറ്റപ്പോൾ കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ മരണത്തിനകത്ത് നിനക്ക് പങ്കാളിത്തം നൽകി. യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിത്തം കിട്ടിയാൽ എന്താ പ്രയോജനം? യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിത്തം കിട്ടുന്ന 2 കാര്യങ്ങളെ ഞാൻ പറയാം. അവൻ ക്രൂശിൽ
ശത്രുവിനെ ആയുധവർഗം വയ്പ്പിച്ച് അവരെ അതിനകത്ത് ജയോത്സവം കൊണ്ടാടി. അപ്പം യേശുവിൻ്റെ മരണമെന്ന് പറയുന്നത് ഒരു ജയോത്സവമാണ്. അപ്പം സ്നാനമേൽക്കുന്നവൻ യേശുവിൻ്റെ ജയോത്സവത്തിൽ പങ്കാളിത്തം കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിൽ നിങ്ങളെ ജയോത്സവമായി നടത്തുന്നു. 2 എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, ആമേൻ, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. മരണത്തിൻ്റെ അധികാരിയെ കർത്താവ് അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടെന്ന്. ആമേൻ. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ മരണത്തിൽ നീ പങ്കാളിയായി കഴിഞ്ഞാൽ നിനക്ക് ഭൂതങ്ങളെ എന്ത് ചെയ്യാൻ കഴിയും? പറഞ്ഞു വിടാൻ കഴിയും. പിശാചുക്കളെ പറഞ്ഞു വിടാൻ കഴിയും. ടെറിട്ടോറിയൽ പവേഴ്സിനെ നിനക്ക് പറഞ്ഞു വിടാൻ കഴിയും. ദുരാത്മശക്തികളെ പറഞ്ഞു വിടാൻ കഴിയും. ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. ഞാൻ സ്നാനത്തെ ഇവിടെ നിർത്തുകയാണ്. സ്നാനത്തെക്കുറിച്ച് എനിക്ക് ഏറ്റവും പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള ഒരു ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ സ്നാനമാണ്. എത്ര പ്രസംഗിച്ചാലും കൊതി തീരാത്ത വിഷയമാണ് സ്നാനം. എത്ര മനോഹരമാണെന്നറിയാവും. ഞങ്ങൾ കർത്തൃദാസന്മാരൊക്കെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്നത് ഏതായിരിക്കും? സ്നാനമായിരിക്കും. കാരണം ഓരോ പ്രാവശ്യം സ്നാനം നടക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? സ്നാനത്തിൻ്റെ ക്ലാസ് കൊടുക്കും. അപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിരിക്കുന്നത് എന്തായിരിക്കും? സ്നാനമായിരിക്കും. ഇത് ബൈഹാട്ടുമായിരിക്കും. പക്ഷെ പിന്നെയും ഇത് എന്ത് ചെയ്യാൻ തോന്നുമെന്നറിയാമോ? പ്രസംഗിക്കാൻ തോന്നും. കാരണം ഇത് അത്ര മനോഹരമായിരിക്കുന്ന വിഷയമാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. ആകയാൽ മാനസാന്തരത്തിൻ്റെ അടുത്ത 5-ാമത്തെ പടി എന്ന് പറയുന്നത് അവൻ സ്നാനമേറ്റാലേ എന്ത് സംഭവിക്കത്തുള്ളൂ? മാനസാന്തരം പ്രായോഗികമാകത്തുള്ളൂ. എന്നാൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം എഫെസോസിലെ സഭയോട് പറയുകയാണ്. അവിടെ പറയുന്നു, നീ ഏതിൽ നിന്ന് വീണു ഇരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തി ചെയ്യുക. റിസ്റ്റോർ ദ ഗുഡ് വർക്ക്സ്. മാനസാന്തരപ്പെടുന്നവൻ എന്ത് ചെയ്യണം? നല്ല പ്രവർത്തികൾ ചെയ്തു തുടങ്ങണം. മാനസാന്തരപ്പെടുന്നവൻ പിന്നെ പാപത്തിലേക്ക് പോകരുത്. മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തി നല്ല പ്രവർത്തികളിലേക്ക് വരണം. അപ്പം മാനസാന്തരത്തിൻ്റെ 6-ാമത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് അറിയാമോ? അവൻ റിസ്റ്റോറേഷൻ ഓഫ് ദ ഗുഡ് വർക്ക്സ്. അവൻ നല്ല ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടണം. ഞാൻ 7-ാമത്തെ ഭാഗം പറഞ്ഞ് വേഗത്തിൽ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുവൻ മാനസാന്തരപ്പെടുമ്പോൾ ദൈവം അവന് നൽകുന്ന 2 കാര്യങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദൈവത്തിൻ്റെ നീതിയുമാണ്. അപ്പോൾ വിശ്വാസത്താൽ ഒരുവൻ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ വിശ്വാസത്താൽ അവൻ എന്ത് ചെയ്യപ്പെടുകയാണ്? നീതീകരിക്കപ്പെടുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ മാനസാന്തരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യം കൊണ്ടുവരുന്നത് എന്താണെന്നറിയാമോ? സമാധാനമാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഒരു സമാധാനമില്ലെന്ന് പറയുന്നെങ്കിൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം നിനക്ക് സമാധാനത്തെ നൽകുക. ഹൃദയത്തിനകത്ത് സമാധാനം. എന്നിട്ട് അടുത്ത വാക്യം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? നീതീകരണം പ്രാപിച്ച മനുഷ്യന്റെ അടുത്ത അനുഗ്രഹം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം പ്രവേശനമുണ്ട്. അപ്പൊ സ്നാനപ്പെട്ട് നീതീകരണം പ്രാപിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യുകയാണെന്നാണ് അടുത്തത് പറയുന്നത്? അവൻ ദൈവത്തിന്റെ കൃപയ്ക്കകത്തേക്ക് അവൻ പ്രവേശിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, മാനസാന്തരം നീതീകരണ ബോധത്തെ കൊണ്ടുവരുന്നു. ഇനി അടുത്തതായി മാനസാന്തരത്തിൻ്റെ ചില അനുഗ്രഹങ്ങളെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ പൂർത്തീകരിക്കുക. ഞാൻ മുൻപേ ഓർപ്പിച്ചല്ലോ, മാനസാന്തരം ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മാനസാന്തരം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. മാനസാന്തരം ദൈവത്തിൻ്റെ ദാനമാണ്. മാനസാന്തരം യേശുക്രിസ്തുവിൻ്റെ വിളിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു. അപ്പം കോൾ ടു റിപ്പന്റ്. യേശു വിളിക്കുകയാണ്. എന്ത്? നീ മാനസാന്തരപ്പെടാൻ വരിക. യേശു വിളിക്കുന്നു, മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം യേശു വിളിക്കുന്നു. ഇന്ന് രാത്രി യേശു ഈ കള്ളിമൂട് ഗ്രാമത്തോട് വിളിച്ചു പറയുകയാണ്, ഞാൻ നിന്നെ വിളിക്കുകയാണ്. മാനസാന്തരപ്പെടുവാൻ യേശു വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ
നിങ്ങളെ ആശ്വസിപ്പിക്കാം. അല്ലയോ ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി കുടിപ്പാൻ തരാം. ഒരിക്കൽ ഒരു അപ്പൻ തബോർ പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്ന് സങ്കടപ്പെടുകയാണ്. എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ ആരുമില്ല, എൻ്റെ കുഞ്ഞിനെ വിടുവിക്കാൻ ആരുമില്ല, എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിയുന്ന ആരുമില്ലല്ലോ ലോകത്ത്. യേശു പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, അവനെ ഇങ്ങ് വിളിപ്പീനെന്ന്. അപ്പൊ യേശു എന്തിനാണ് വിളിക്കുന്നത്? മാനസാന്തരത്തിന് വേണ്ടി യേശു വിളിക്കുകയാണ്. 2, യേശു വിളിക്കുകയാണ് ആശ്വസിപ്പിക്കാൻ, യേശു വിളിക്കുകയാണ്. 3, യേശു വിളിക്കുകയാണ് ജീവിതത്തിന്റെ സങ്കടകരമായ ദാഹങ്ങളെ തീർത്ത് നിന്നെ തൃപ്തനാക്കുവാൻ തക്കവണ്ണം യേശു വിളിക്കുകയാണ്. 5, യേശു വിളിക്കുകയാണ് നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം യേശു വിളിക്കുകയാണ്. ആമേൻ. അടുത്തത് യേശു വിളിക്കുകയാണ്. യേശു ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. എന്തിനാ എന്നെ അനുഗമിക്കാൻ പറഞ്ഞതെന്നറിയാമോ? ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കുക. കഴിഞ്ഞ ദിവസം ഒരു കർത്തൃദാസൻ എൻ്റെ അടുക്കൽ സംസാരിച്ചപ്പോൾ എൻ്റെ അടുക്കൽ ചോദിച്ചോ, സ്തോത്ര, ഈ മനുഷ്യരെ പിടിക്കുന്നതും മീൻ പിടിക്കുന്നതും തമ്മിൽ എന്തോ വ്യത്യാസമെന്ന് പാസ്റ്ററിന് അറിയാമോ എന്ന് ചോദിച്ചോ. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം എൻ്റെ അടുക്കൽ പറഞ്ഞു, പാസ്റ്റർ, മനുഷ്യനെ പിടിക്കുന്നതോ മീനിനെ പിടിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മീനിനെ പിടിക്കുമ്പോൾ മീനിന് ജീവനുണ്ട്. ജീവനുള്ള മീനിനെ പിടിച്ച് കര കൊണ്ട് കഴിയുമ്പോൾ മീൻ ചത്തുപോകും. പക്ഷേ മനുഷ്യനെ പിടിക്കുമ്പോൾ ഇവൻ ജീവൻ പ്രാപിക്കുകയാണ്. അപ്പോൾ ജീവനുള്ളവനെ പിടിച്ച് കൊല്ലുന്ന പരിപാടിക്കകത്തുനിന്ന് ചത്തവനെ പിടിച്ച് ജീവിപ്പിക്കുന്ന പരിപാടിയിലേക്ക് മാറ്റുന്നതാണ് ശുശ്രൂഷ എന്ന് ഞാനിങ്ങനെ കേട്ട് വണ്ടടിച്ചിരുന്നു പോയി. എന്നാ റവലേഷനാപ്പ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഇന്ന് രാത്രികാലം നീ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമുണ്ട്. യേശു വിളിക്കുകയാണ് നിന്നെ കൊണ്ട് ചില ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ, നിന്നെ കൊണ്ട് ചില ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ യേശു വിളിക്കുകയാണ്. യേശുവിൻ്റെ വിളിയുടെ ഒന്നാമത്തെ ഭാഗമാണ് മാനസാന്തരത്തിനായി അവൻ വിളിക്കുകയാണ്. ഇന്ന് രാത്രി യേശു വിളിക്കുന്നു, ആമേൻ, പാപങ്ങളെ മോചിക്കുവാൻ, നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, നിന്റെ ഹൃദയത്തിന്റെ വേദനയെ അകറ്റുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്റെ ദാഹത്തെ മാറ്റുവാൻ, നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ ഈ രാത്രി യേശു വിളിക്കുകയാണ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, യേശു വിളിക്കുന്നു, അത് യേശുവിൻ്റെ വിളിയാണ്. 4, മാനസാന്തരം എന്നുള്ളത് ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനവാതിലാണ്. ഞാനതിലേക്ക് കടന്നു വരാം സഹോദരങ്ങളെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, മാനസാന്തരം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ തിരിവാണ്. മാനസാന്തരം എന്നുള്ളത് ജീവിതത്തിൻ്റെ തിരിവാണ്. ഇന്ന് രാത്രി എന്നോട് ചേർന്നെന്ന് പറഞ്ഞേ, മാനസാന്തരം ഒരു തിരിവാണ്. മാനസാന്തരം ഒരു തിരിവാണ്. മാനസാന്തരം ഒരു തിരിവാണ്. എന്താണ് തിരിവ്? അപ്പോസ്തല പ്രവൃത്തി 3:19 അവിടെ പറയുകയാണ്, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവേൻ. മാനസാന്തരം നിന്റെ ജീവിതത്തിൽ ഒരു വലിയ തിരിവിനെ ദൈവം നിനക്ക് നൽകുകയാണ്. മാനസാന്തരം വലിയ തിരിവിനെ നൽകുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഇടയിലൊക്കെ ആൾക്കാർ പറയും നമ്മൾ ആരെയും കൺവേർട്ട് ചെയ്യാറില്ല എന്ന് പറയാം. പക്ഷേ ഞാനൊരു യാഥാർത്ഥ്യം പറയട്ടെ, ഒരുവൻ ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ, അവൻ മാനസാന്തരപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിവിന്റെ പേരാണ് എന്തെന്നറിയാമോ? കൺവേർഷൻ എന്ന് പറയുന്നത്. കിങ് ജെയിംസ് വെർഷനിൽ പറയുകയാണ്, റിപ്പന്റ് ആൻഡ് ബി കൺവേർട്ടഡ്. ആമേൻ. അതൊരു മതമല്ല കൺവേർട്ട് ആകുന്നത്. ആമേൻ. അവൻ മാറുന്നത് എന്താണെന്നറിയാമോ? അവന്റെ മനോനിലയ്ക്ക് മാറ്റം വരിക, അവന് മനസ്സിന് മാറ്റം വരിക, അവൻ തിരിയാൻ തുടങ്ങുകയാണ്. ആമേൻ. മാനസാന്തരം ഒരു മനുഷ്യന്റെ ജീവിതത്തെ തിരിക്കുക. അത് 90 ഡിഗ്രി തിരിക്കുമോ, 180 തിരിക്കുമോ, 360 തിരിക്കുമോ എന്നൊക്കെ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെട്ടിരിക്കുക. ആമേൻ. ഒന്ന്, ഒരു മനുഷ്യന്റെ ശാപത്തിൽ നിന്ന് അവൻ അനുഗ്രഹത്തിലേക്ക് തിരിയുകയാണ്. 2, അവന്റെ ദുഃഖത്തിൽ നിന്ന് അവൻ സമാധാനത്തിലേക്ക് തിരിയുകയാണ്. സ്തോത്രത്തിൽ നിന്ന് അവൻ സമൃദ്ധിയിലേക്ക് തിരിയുകയാണ്. അവന്റെ ഞെരുക്കത്തിൽ നിന്ന് അവന്റെ വിശാലതയിലേക്ക് തിരിയുകയാണ്. മാനസാന്തരത്തിന് ഒരുത്തന്റെ ജീവിതത്തെ തിരിക്കാൻ കഴിയുക. അടുത്തത്, പാപത്തിന്റെ ശാപത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയിലേക്ക്, ദൈവത്തിലേക്ക് അവൻ തിരിയുകയാണ്. ഇന്ന് രാത്രി അവൻ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ആമേൻ. മാനസാന്തരപ്പെട്ട് തിരിയണം. ആ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. അപ്പം മാനസാന്തരം എന്താണ്? ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു തിരിവാണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ് മാനസാന്തരം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, സഹോദരങ്ങളെ, എൻ്റെ കൂടെ പറപ്പേ, ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വേണ്ടായോ? എത്ര നാളായി ഇങ്ങനെ അലയാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി എങ്ങുവെത്താതെ ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട് നിന്റെ ജീവിതത്തിന് ഒരു തിരിവ് സംഭവിക്കാം. എവിടെയാണ് തിരിവ് സംഭവിക്കുന്നത്?
മാനസാന്തരം ജീവിതത്തിൽ ഒരു തിരിവ് കൊണ്ടുവരിക. മാനസാന്തരം ജീവിതത്തിൽ ഒരു തിരിവ് കൊണ്ടുവരിക. എൻ്റെ ഈ കൊച്ചായുസിൽ എൻ്റെ ദൈവം എനിക്ക് നൽകിയ ശുശ്രൂഷ കാലത്ത് ഒത്തിരി ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ സന്നിധാനത്തിൽ വന്നിരുന്ന് മാനസാന്തരത്തോടെ കുറ്റബോധത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ച ചിലർ, അവരുടെ ജീവിതത്തിൻ്റെ അടുത്ത തലങ്ങളെ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര തിരിവ് കാണാൻ തുടങ്ങി. കുടുംബജീവിതം തിരിഞ്ഞോ, സാമ്പത്തിക മേഖല തിരിഞ്ഞോ, ഉപജീവനം തിരിഞ്ഞോ, തൊഴിൽ തിരിഞ്ഞോ, വിദ്യാഭ്യാസം തിരിഞ്ഞോ, അവൻ്റെ സ്വഭാവം തിരിഞ്ഞോ, എന്തിനേറെ പറയുന്നു അവൻ്റെ പെരുമാറ്റമോ അവൻ്റെ വസ്ത്രധാരണമോ അവൻ്റെ ലൈഫ് സ്റ്റൈലും വരെ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? തിരിയാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, സ്വർഗത്തിലെ ദൈവത്തിന് മുൻപാകെ മാനസാന്തരപ്പെടുന്ന ഒരുത്തനെ ദൈവത്തിന് തിരിക്കാൻ കഴിയുക. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, അടുത്തത് ഇവൻ തിരിയുക എന്ന് പറയുമ്പോൾ ആമേൻ, എന്താണ് ഈ തിരിവ്? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 15-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്തരുത്. അവിടെ പറയുകയാണ്, അവിടെ ഒരു തിരിവ് സംഭവിക്കുകയാണ്. എന്താണ് തിരിവെന്നറിയാമോ? ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുക. അപ്പോൾ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ അവനിൽ ഉണ്ടാകുന്ന സംഗതി എന്താണെന്നറിയാമോ? ജാതികളിൽ നിന്ന് അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് കേരളം കേട്ട ഒരു ഫ്രേസാണ് നമ്പൂതിരി മുതൽ നായാടി വരെ. ഇപ്പോൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് വീണ്ടും പ്രബുദ്ധ കേരളം ചർച്ച ചെയ്തോ, നമ്പൂതിരി മുതൽ നായാടി വരെ. നായാടി എന്നുള്ളത് തിരിച്ചു വെച്ചിട്ട് പറഞ്ഞു, നായാടി മുതൽ നസറാണി വരെ. സ്തോത്ര. ആലപ്പുഴയിലുള്ള SNDP-യുടെ നേതാവ്, ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള NSSന്റെ നേതാവും കൂടെ കൈകോർത്തിട്ട് പറഞ്ഞു, നമുക്കൊരു ജാതി ഐക്യം കൊണ്ടുവരാമെന്ന്. 2 ആഴ്ച എത്തുന്നതിന് മുന്നേ പെരുന്നയിൽ യോഗം കൂടിയിട്ട് ആമേൻ അതിൻ്റെ പത്രസമ്മേളനം നടത്തി വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ജാതി ഐക്യവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല, അത് ഉണ്ടാവുകയുമില്ലെന്ന്. ശ്രീനാരായണ ഗുരുവാകട്ടെ, മന്നത്ത് പത്മനാഭനാകട്ടെ, കാലാകാലങ്ങളിൽ എഴുന്നേറ്റ കേരളത്തിലെ നവോത്ഥാന നായകന്മാരൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ ജാതി വ്യവസ്ഥയൊന്ന് തകർത്ത് ആമേൻ മനുഷ്യനെ മനുഷ്യനായി കാണാനൊന്ന് പഠിപ്പിക്കണമെന്ന്. പക്ഷേ ഇന്ന് വരെ കേരളത്തിന്റെ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന് ആമേൻ അത് സംഭവിച്ചിട്ടില്ല കേട്ടോ. ശ്രീനാരായണ ഗുരു പറഞ്ഞു, നാം ഒന്ന്, ജാതി ഒന്ന്, മതമൊന്ന്, ദൈവമൊന്ന് എന്ന് പറഞ്ഞു. പക്ഷേ ശ്രീനാരായണീയർക്ക് ഇന്ന് വരെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ആ നവോത്ഥാന നായകന്റെ ആശയങ്ങളെ സ്വന്തം പ്രസ്ഥാനത്തിന് പോലും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നറിയാമോ? പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാ പ്രസ്ഥാനത്തിന്റെ പിടിപ്പുകേടല്ല, അതാ മനുഷ്യരുടെ പിടിപ്പുകേടല്ല. ജാതി വ്യത്യാസം, മത വ്യത്യാസം, ഭാഷാ വ്യത്യാസം, വർഗ വ്യത്യാസം, ദേശ വ്യത്യാസം, അത് മനുഷ്യന്റെ മേൽ വന്ന ദൈവിക ന്യായവിധിയുടെ അനന്തരഫലമാണ്. അതിനെ മറികടക്കുവാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഒരു നവോത്ഥാന നായകന്മാർക്കോ കഴിയുകയില്ല. കാരണം ഈ ജാതി വേർതിരിവ് സംഭവിച്ചത് ബാബേൽ ഗോപുരത്തിന്റെ പണിയെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷാവിധിക്കകത്താണ്. അതിനെ മാറ്റുവാൻ ഇനി ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ജാതി നോക്കാതെ രക്ഷിക്കപ്പെടേണ, ഒരുത്തനും നശിച്ചു പോകരുത്. അതിനകത്ത് ജാതിയില്ല. യേശുവിന്റെ സുവിശേഷം എന്തിക്കൊണ്ട് പുറപ്പെട്ട അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, അതിൽ യഹൂദനെന്നില്ല, യവനനെന്നില്ല, ദാസനെന്നില്ല, ശകനെന്നില്ല, ബർബരനെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഏക ശരീരമത്രേ. ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ലോകത്തിൽ ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ ആഫ്രിക്കക്കാരനെയോ അമേരിക്കക്കാരനെയോ എത്യോപ്യക്കാരനെയോ യൂറോപ്പുകാരനെയോ ഇന്ത്യക്കാരനെയോ ഏഷ്യക്കാരനെയോ അറബിയെയോ ഒരുപോലെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രമാണ്. എൻ്റെ സഹോദരങ്ങളെ, പെന്തക്കോസ്തുകാരെ, ക്രൈസ്തവരെ കളിയാക്കുന്ന ഒരു ഭാഗമുണ്ട്. സായിപ്പിന്റെ കാശാണ് ഇവിടെ കൊണ്ടിട്ട് കളിക്കുന്നതെന്ന്. അതങ്ങനെ ആണെന്നെങ്കിരിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, സായിപ്പിന്റെ കുടുംബത്തിൽപ്പെട്ടതാണോ ഇവിടുത്തെ ആൾക്കാരൊക്കെ? സായിപ്പുമായിട്ട് വല്ലോ വിവാഹബന്ധം ചെയ്തതാണോ? സായിപ്പെ, നിങ്ങളെന്തിനാ ഇവിടെ കൊണ്ടുവന്ന് ഇതിത്രേ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ സായിപ്പന്മാര് പറയാ, അവൻ ഞങ്ങളുടെ സഹോദരനാണ്. ഏത് വകുപ്പിലാ? നിങ്ങളുടെ അമ്മായിയുടെ മോനെ
ഇവിടെ കെട്ടിച്ചായിരുന്നോ? അല്ലല്ലല്ല, ക്രിസ്തുവിൽ ഏക ശരീരമായി. അതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. പേർഷ്യക്കാരനെ, ആഫ്രിക്കക്കാരനെ, എത്യോപ്യക്കാരനെ, അമേരിക്കക്കാരനെ, ഈ കള്ളിമുട്ടിൽ കിടക്കുന്ന പാവപ്പെട്ടവനെയും കൂടെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്ന എന്റെ സഹോദരങ്ങളെ, മുദ്രാവാക്യമില്ലാത്ത പ്രസ്ഥാനമുണ്ടോ? മുദ്രാവാക്യം എല്ലാ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. പക്ഷേ ഓരോ രാജ്യത്തും മുദ്രാവാക്യം ചെല്ലുമ്പോൾ അതിൻ്റെ ടോൺ മാറോ, അതിൻ്റെ ശബ്ദം മാറോ. പക്ഷേ ലോകത്തിൻ്റെ 5 വൻകരകളിലോ എല്ലാ ഭാഷക്കാരും എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? അറിയാവുന്നവർ മാത്രം കരമുയർത്തി തകർത്ത ഇടിനാദം പോലെ, മഹാപുരുഷാരത്തിന്റെ ആരവം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അമേരിക്കയിലെ സായിപ്പായിരുന്നാല്, യൂറോപ്പിലെ സായിപ്പായിരുന്നാല്, ഫിലിപ്പിനോ ആയിരുന്നാലും, ചൈനക്കാരനായിരുന്നാല്, മലയാളി ആയിരുന്നാല്, ഒരു ഉച്ചാരണ വ്യത്യാസവും ഇല്ലാതെ അവൻ ഒരൊക്കെ വിളിച്ചു പറയും. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഈ ഒരു ഒറ്റ വാക്കിൽ ദൈവത്തെ ആരാധിപ്പിക്കാൻ ലോകത്തിലെ ഏതെങ്കിലും ഇസങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കാറൽ മാർക്സിന്റെ മാർസിസത്തിനോ, ലെനിന്റെ കമ്മ്യൂണിസത്തിനോ, ഹിറ്റ്ലറുടെ നാസിസത്തിനോ, മുസോളിനിയുടെ ഫാസിസത്തിനോ ഉലകത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഏകലോക ഒരു മുദ്രാവാക്യം ഉണ്ടാക്കിയെടുക്കാൻ, ഏകലോക സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ. ഒരു കാലത്ത് ഇൻക്ലാബ് സിന്ദാബെന്ന് മനുഷ്യനേവരും ഒരുമിച്ച് വിളിക്കുന്ന കാലമുണ്ടായിരുന്നു. പക്ഷെ ഇൻക്ലാബും സിന്ദാബാദ് ഇന്ന് കാലയവനികക്കകത്ത് വിശ്രമിക്കുമ്പോൾ ഇന്ന് ലോകം മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് ഹല്ലേലൂയയാണ്. ഇന്ന് രാത്രി ഞാൻ ഇത് പറഞ്ഞത്, ലോകത്തിന്റെ ജാതി വ്യവസ്ഥയെ തകർക്കാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിറ്റിയാണ്. പണ്ഡിതനെയും പാമരനെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന, ജാതിയും മതവും മറികടന്ന് സ്നേഹിക്കാൻ കഴിയുന്ന എൻ്റെ സഹോദരങ്ങളെ, ഇന്ത്യയിലേക്ക് വിദേശ മിഷനറിമാർക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. ഇന്ത്യയിലേക്ക് വിദേശത്ത് നിന്ന് ഫണ്ടുകൾ പോലും അയക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ അമേരിക്കക്കാരും യൂറോപ്പുകാരും ഒക്കെ മനസ്സുമെടുത്തു പോയെന്നാണോ നിങ്ങൾ കരുതുന്നത്? നമ്മുടെ നാട്ടിലുള്ള ചില പ്രസ്ഥാനങ്ങൾ വരെയുണ്ട് വളരെ ശക്തമായി ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ഇന്നും കേരളത്തിൽ അവർക്ക് ഹോസ്പിറ്റലുണ്ട്. ഇന്നും വടക്കേ ഇന്ത്യയിൽ അവർക്ക് അനേക സ്ഥാപനങ്ങളുണ്ട്. ഒരു സമയത്ത് സെമിനാരി, ബൈബിൾ കോളേജ് ഒക്കെ ഉണ്ടായിരുന്നവരാണ്. ലക്ഷക്കണക്കിന് ബൈബിളുകൾ അടിച്ചടിച്ച് വിറ്റവരാണ്. അവരുടെ സംഘടന ഇന്ന് ഇന്ത്യയിൽ വളരെ വളരെ നിശബ്ദമാണ്. ഒരു ഹോസ്പിറ്റലോ അങ്ങനത്തെ ചില കാര്യങ്ങളോ മാത്രമുണ്ട്. പക്ഷേ ഇന്ന് അവരുടെ പ്രവർത്തനം മുഴുവൻ നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ആഫ്രിക്കയിലാണ് നടക്കുന്നത്. ഇന്ന് സുവിശേഷീകരണം ഏറ്റവും കൂടുതൽ. ഒരു കാലത്ത് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ മിഷനറിമാർ പോയിക്കൊണ്ടിരുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? വടക്കേ ഇന്ത്യയിലേക്കാണ്. പക്ഷെ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് മിഷനറിമാർ പോകുന്നില്ല. എന്താ കാരണമെന്നറിയാമോ? വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള മിഷനറിമാരുടെ ആവശ്യമില്ല. അവിടെ നിന്ന് തന്നെ അഭിഷക്തന്മാർ എഴുന്നേൽക്കുകയാണ്. കേരളത്തിലെ ഓരോ സഭയെക്കാട്ടിലും 5 ഇരട്ടി 6 ഇരട്ടി വലിപ്പമുള്ള 5000, 4000, 10000 ഒക്കെ പേര് കൂടുന്ന വലിയ സംഭവങ്ങൾ, വലിയ നമ്മുടെ ഒരു ക്രൂസൈഡ് പോലെയുള്ള കൺവെൻഷനുകളാണ്, സഭായോഗങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് മലയാളി മിഷനറിമാരെ അവിടേക്ക് ആവശ്യമില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മിഷനറിമാർ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? സ്തോത്ര, ആഫ്രിക്കയുടെ ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിളിക്കുന്ന ഇടത്തിലേക്ക്. എൻ്റെ ചില കുഞ്ഞ് അനുജന്മാരെ പോലെ ഞാൻ സ്നേഹിക്കുന്ന സഹോദരങ്ങളുണ്ട്. മണ്ണ് മെഴുകിയ, മണ്ണുകട്ട കൊണ്ടുണ്ടാക്കിയ കൊച്ചു കൊച്ചു വീടിനകത്ത് നല്ല വിദ്യാസമ്പന്നരായി നല്ല ആരോഗ്യവും സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ പോയി, കരണ്ടില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഓല എന്ന് പറയാൻ കഴിയത്തില്ല, പുല്ലുകൊണ്ട് മേഞ്ഞ വീടിനകത്ത് പാർക്കുന്നതായിട്ടുള്ള നല്ല മിഷനറിമാർ. എന്താ സ്നേഹിത, നീ സ്വന്തം നാടും വീടും കൂടും വിട്ടിട്ട് ആഫ്രിക്കയിലേക്ക് പോകാൻ നിന്നെ പ്രേരിപ്പിച്ചത്? അവൻ പറയോ, യേശുവിന്റെ രക്ത ജാതി നോക്കാതെ, മതം നോക്കാതെ, ഭാഷ നോക്കാതെ മനുഷ്യനെ വീണ്ടെടുത്തത് കണ്ടപ്പോൾ ആഫ്രിക്കയിലുള്ളവനെ ഞാനൊരു കറുത്ത വർഗക്കാരനായിട്ടല്ല കണ്ടത്, എന്റെ സ്വന്തം അസ്ഥിയിൽ നിന്ന് അസ്ഥിയോ, എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമായിട്ടാണ്
ഞാൻ കണ്ടത്. ഇന്ന് രാത്രി ആമേ ഇതുപോലെ ഒരു മാർഗ്ഗം, ഇതുപോലെ ഒരു അനുഭവം ഉലകത്തിൽ വേറെ ആർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ആർക്കും കഴിഞ്ഞിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേമിന്റെ, യഹൂദയുടെ, യെരിഹോവിന്റെയും പച്ചമണ്ണിൽ തൊട്ട് സുവിശേഷം വിളിച്ചു പറഞ്ഞ് ഗബത്തയുടെ കൽത്തളത്തിൽ നിന്ന് വലിയ മരക്കുരിശിൻ ചുമന്ന് ഗോൽഗൊത്തയുടെ ഗിരിമുകളിൽ കാൽവറിയുടെ മലയിടുക്കിൽ ചെന്ന് ഇരു കള്ളന്മാരുടെ നടുവിൽ മുൾക്കിരീടം വെച്ച് മൂന്നാണിമേൽ തൂങ്ങി മരിച്ച യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം, ആ രക്തത്തിന്റെ വിലയാൽ അവൻ ഗോത്രങ്ങൾ, ഭാഷകൾ, ജാതികൾ, വംശങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. അപ്പൊ മാനസാന്തരം നമ്മളെ ജാതി വ്യവസ്ഥയ്ക്കകത്തുനിന്ന് എങ്ങോട്ട് കൊണ്ടുപോകോ? ആമേൻ. ഈ ദൈവത്തിങ്കലേക്ക് കൊണ്ടുപോകുക, ക്രിസ്തുവിന്റെ ശരീരമാക്കി തീർക്കുക. അപ്പോൾ തന്നെ ഞാൻ ഒന്ന് പറയട്ടെ, പെന്തക്കോസി വന്നിട്ടും കൈയടിച്ചിട്ടും പാട്ടുപാടിയിട്ടോ ഇന്നും ജാതി അകത്ത് കിടപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാ, നീ മാനസാന്തരപ്പെട്ടിട്ടില്ല. വേറെ ഒരു കുഴപ്പവും നിനക്ക് സംഭവിച്ചിട്ടില്ല. ഒരൊറ്റ കുഴപ്പമേ വന്നിട്ടുള്ളൂ, മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രി നിനക്കൊരു മാനസാന്തരത്തിന്റെ രാത്രിയാകട്ടെ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. ഒരുവന്റെ മേൽ മാനസാന്തരം വന്നാൽ അപ്പോസ്തല പ്രവൃത്തി 14:15 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകല ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അവിടെയും പറയുകയാണ് തിരിയണം. എന്ത്? ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ വ്യർത്ഥ കാര്യങ്ങളെ വിടും. എന്താണ് ഇവർ വ്യർത്ഥ കാര്യം ചെയ്തതെന്നറിയാമോ? പൗലോസും ബർന്നബാസും കൂടെ കടന്നു ഒരു പട്ടണത്തിൽ സ്തോത്ര ലുക്കോന്യ പട്ടണത്തിൽ കടന്നു ചെന്ന് പൗലോസും ബർന്നബാസും കൂടെ രോഗികളെ സൗഖ്യമാക്കുകയാണ്, പ്രസംഗിക്കുകയാണ്. ആമേൻ. പെട്ടെന്ന് അവർ വന്ന് എന്ത് ചെയ്തെന്നറിയാമോ? ഒരാളെ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇന്ദ്രദേവനാണെന്ന് പറഞ്ഞു, മറ്റേയാളെ നോക്കിയിട്ട് പറഞ്ഞു ഇത് ബുധദേവനാണെന്ന് പറഞ്ഞു. ഇന്ദ്രനും ബുധനും മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുക. അവരുടെ നാട്ടിൽ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പൊടി വിതറി കാണിച്ചാൽ, ആരെങ്കിലും എന്തെങ്കിലും ഒരു മാജിക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ആരായിത്തീരുമെന്നറിയാം? ആ നാട്ടിലെ ഒരു ദൈവമായിരിക്കുക. അവന്റെ അകത്ത് സ്വാമി കൂടിയിട്ടുണ്ട്, അവന്റെ അകത്ത് അമ്മ കൂടിയിട്ടുണ്ടെന്നാ പറയുന്നത്. അവന്റെ അടുത്ത് അമ്മേ ഇവിടെ അമ്മ കൂടിയവനെ, അപ്പം കൂടിയവനെയൊക്കെ വെച്ച് പൂജിച്ച് ആരാധിക്കുക. അന്നേരം ആ പൗലോസിന്റെയും ബർന്നബാസിന്റെയും അമ്മയപ്പനും കൂടിയെന്നൊന്നുമല്ല പറഞ്ഞത്. പിന്നെ ആര് കൂടിയെന്നാ പറഞ്ഞെന്നറിയാമോ? ഇന്ദ്രനും ബുധനും ഇവരുടെ മേളിൽ ഇറങ്ങിയിരിക്കുകയാണ്. ദേവന്മാർ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുക. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ഇരുന്ന പൂമാല എടുത്തോണ്ട് വന്നിട്ട് അമ്മേ ഇനി ക്ഷേത്രത്തിലല്ല മാല ഇടേണ്ടിയത്, പൗലോസിനും ബർന്നബാസിനുമാണെന്ന് പറഞ്ഞ് അവര് മാല എടുത്തോണ്ട് വരിക. പൗലോസും ബർന്നബാസും ഇങ്ങനെ വണ്ടടിച്ചിരിക്കുക, ഇതെന്താ പരിപാടി എന്ന്. പൗലോസ് പെട്ടെന്ന് ഇങ്ങനെ കൈയടിച്ച് വിളിച്ചിട്ട് പറ, അയ്യോ പരിപാടി നിർത്ത്, ഞങ്ങൾ ആൾ ദൈവം കളിക്കാൻ വന്നതല്ല, ഞങ്ങൾ ആൾ ദൈവങ്ങളല്ല. ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയോ സമുദ്രവും ഉള്ളതൊക്കെയോ ഉണ്ടാക്കിയ ദൈവത്തിങ്കലേ. അപ്പൊ മാനസാന്തരം ഒരു മനുഷ്യനെ ആൾ ദൈവങ്ങളിൽ നിന്ന് യഥാർത്ഥ ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരിക. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പെന്തക്കോസുകാരുടെ അടുക്കൽ ഒരു കാര്യം പറയാ. നിങ്ങൾ ആരുടെ സഭയിലാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ പറയുക, ചിലർ പറയും സാമാത്തി പാസ്റ്ററിന്റെ സഭയിലാണ് പോകുന്നത്. എൻ്റെ സഹോദരങ്ങളെ, സാമാത്തി പാസ്റ്ററിന്റെ സഭയില്ല. പകരം യേശു കർത്താവിൻ്റെ സഭയ്ക്കകത്ത് സാമാത്തി പാസ്റ്റർ ശുശ്രൂഷിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാല നിന്റെ സഭ ദൈവത്തിൻ്റെ സഭയാണ്. ഞങ്ങൾ അത് ദൈവത്തിൻ്റെ കൃഷിയാണ്. ഞങ്ങളെ അത് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അമ്മേ ആൾ ദൈവങ്ങളുടെ പുറകെ മരിച്ചിട്ട് അവരുടെ ഫോട്ടോ വെച്ച് അതിനകത്തുനിന്ന് പൊടി വരുന്നുണ്ട്, അതിനകത്തുനിന്ന് എണ്ണ വരുന്നുണ്ട്, അതിനകത്തുനിന്ന് തേനൊഴുകുന്നുണ്ട്, അതിനകത്തുനിന്ന് ഭസ്മം വരുന്നുണ്ട്. നിന്നെ മനുഷ്യൻ കബളിപ്പിക്കരുത്. മാനസാന്തരപ്പെട്ട് വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയോ സമുദ്രവും അവയിലുള്ളത് മുഴുവനും ഉണ്ടാക്കിയ ദൈവത്തിങ്കലേക്ക് തിരിയണം. പെന്തക്കോസ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ആൾ ദൈവങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, മനുഷ്യനെ മഞ്ഞളിപ്പിക്കുന്ന മാജിക്ക് കാണിച്ച് പ്രഹേളികയിൽ മനുഷ്യനെ നിർത്തി വട്ടുകളിപ്പിക്കുന്നതല്ല. ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ. ഞങ്ങൾ എത്ര പ്രസംഗിച്ചാലും, ഞങ്ങൾ എത്ര ഭൂതങ്ങളെ പുറത്താക്കിയാലും, ഞങ്ങൾ എത്ര രോഗികളെ സൗഖ്യമാക്കിയാലും അത് ഞങ്ങളല്ല, ഞങ്ങളിലുള്ള ദൈവത്തിൻ്റെ കൃപയത്രേ ഞങ്ങളെ ശക്തനാക്കുന്നത്. ആമേൻ. ദൈവമത്രേ ഞങ്ങളിൽ വ്യാപരിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തി അത്രേ. ഒരിക്കലും ഞങ്ങൾ ദൈവങ്ങളല്ല. പെന്തക്കോസിനകത്ത് ദൈവങ്ങളില്ല.
പെന്തക്കോസിനകത്ത് ദൈവങ്ങളില്ല. പെന്തക്കോസിനകത്ത് ഒരു ദൈവമേ ഉള്ളൂ. അവൻ അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്. അവൻ സൃഷ്ടികളുടെ രാജാവാണ്. അവൻ ധന്യനായ ഏകാധിപതിയാണ്. അവൻ അദൃശ്യനും അക്ഷയനുമാണ്. അവൻ നിത്യ രാജാവാണ്. അവൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനാം ദൈവമാണ്. അവൻ നിത്യനാം പിതാവാണ്. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. അവൻ ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവനാണ്. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൈക്കുമ്പിളിൽ കോരുന്നവനാണ്. അവൻ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ അത് കറങ്ങത്തക്കവണ്ണം അതിനെ അച്ചുതണ്ടിന്മേൽ സ്ഥാപിച്ചവനാണ്. അവനൊപ്പം പറയാൻ ഒരുത്തനുമില്ല. അവനോട് ഉപമിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരുത്തനെ അഖിലാണ്ടത്തിന് പുറത്തും അകത്തുമായുള്ളൂ. ആമേ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന സകല നാവും ഏറ്റുപറയുന്ന ഏകനാമ ആ ഒരു നാമമേ മനസാന്തരമാണ് യഥാർത്ഥ ദൈവത്തിങ്കലേക്ക് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നത്. മനസാന്തരമാണ് യഥാർത്ഥ ദൈവത്തിങ്കലേക്ക് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നത്. മാനസാന്തരപ്പെടാത്തവൻ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അവൻ പോകാവുന്നിടം എല്ലാം പോകും. ആ ദൈവത്തിൻ്റെ അടുക്കലും ഈ ദൈവത്തിൻ്റെ അടുക്കലും എല്ലാം. പക്ഷെ മാനസാന്തരം അവനെ സത്യ ദൈവത്തിലേക്ക് കൊണ്ടുവരും. സത്യ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരും. ആമേൻ. ഇന്ന് രാത്രി എൻ്റെ അടുക്കൽ നീ ഏത് ദൈവത്തിൻ്റെ ആളാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ മറുപടിയെ പറയത്തുള്ളൂ, സത്യദൈവത്തിൻ്റെ. ആമേൻ. ഞാൻ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ആളല്ല. പകരം ഒരു ഒറിജിനൽ ഗോഡുണ്ട്. ഒരു ഒറിജിനൽ ദൈവം ഉണ്ടെന്നേ. ആ ദൈവത്തിൻ്റെ ആളാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നീ ഏതെങ്കിലും ഒരു പേര് വിളിക്കപ്പെട്ട, പേര് പറയപ്പെട്ട ദൈവത്തിന് വേണ്ടി നീ തൂങ്ങിച്ചാവാൻ നിൽക്കാതെ എൻ്റെ മനസ്സിനകത്തൊരു തീരുമാനമെടുക്ക്. ഞാനൊരു ഒറിജിനൽ ദൈവമുണ്ടെങ്കിൽ ആ ഒറിജിനൽ ദൈവത്തിന് വേണ്ടി. നീ പെന്തക്കോസി വരാൻ ഞാൻ പറയത്തില്ല. നീ ക്രിസ്ത്യാനിയാകാനും ഞാൻ പറയത്തില്ല. പകരം നിന്റെ മനസാക്ഷിക്കകത്തുനിന്ന് പറ, കർത്താവേ, ഒരു ഒറിജിനൽ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ ഞാൻ സേവിക്കാം. ആമേ. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ദൈവം വേണ്ട. ദൈവമല്ലാതിരിക്കുക, ദൈവം എന്ന് പറയുന്ന ഒരുത്തനും എന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. ആമേ. ഇതൊരു സാമാന്യ ബോധമല്ലേ? ഇതൊരു സാധാരണ കാര്യമല്ലേ? എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട, ഒറിജിനൽ മതിയെന്ന്. ഒറിജിനൽ മതി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞങ്ങൾ വലിച്ചു നീട്ടി പ്രസംഗിക്കുന്നതെല്ലാം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നീ ഒറിജിനൽ ദൈവത്തിൻ്റെ പുറകെ നടക്കുക. നീ ഒറിജിനൽ ദൈവത്തിൻ്റെ പുറകെ നടക്കുക. അപ്പം മാനസാന്തരം നമ്മളെ ഒറിജിനൽ ദൈവത്തിങ്കലേക്ക് കൊണ്ടുപോകും. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവത്തിങ്കലേക്ക്. സ്തോത്രം. അപ്പം മാനസാന്തരത്തിൻ്റെ ഞാൻ വേഗത്തിൽ പൂർത്തീകരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വന്ന് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്തോ പ്രയോജനം ഉണ്ടാകും? അടുത്ത ഭാഗം, എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസ കാലങ്ങൾ കടന്നു വരും. ആശ്വാസകാലങ്ങൾ. മലയാളത്തിൽ ആശ്വാസകാലം എന്നാണ്, എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്നത് ടൈംസ് ഓഫ് റിഫ്രഷിങ്. നിന്നെ പുനരുജ്ജീവിപ്പിക്കുന്ന, നിന്നെ ഉണർത്തിവിടുന്ന, നിന്നെ ഉയർത്തിവിടുന്നതായ ഒരു കാലം നിന്റെ ജീവിതത്തിൽ വരും. എ ടൈം ടു റിഫ്രഷ്. എവിടെയോ തളർന്നു പോയ, എവിടെയോ ക്ഷീണിച്ചു പോയ ഒരുത്തൻ്റെ മേൽ മാനസാന്തരം വന്നാൽ അവന് ദൈവത്തിൻ്റെ സമ്മുഖത്ത് നിന്ന് ഒരു സീസൺ ഓഫ് കംഫർട്ട്. ഞാൻ ഇങ്ങനെ പറയും, അവൻ്റെ കാലം മാറാൻ തുടങ്ങും. അവൻ്റെ സീസൺ മാറാൻ തുടങ്ങും. ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെടാമോ? നിന്റെ ജീവിതം മാറാൻ തുടങ്ങുന്നത് കാണാൻ കഴിയും. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 3:19-20 പറയുകയാണ്, ഒരുവൻ മാനസാന്തരപ്പെട്ടാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് അവന് ആശ്വാസം ലഭിക്കും. ആശ്വാസത്തിൻ്റെ ഒരു സീസൺ അവൻ ഓപ്പൺ ആകും. എന്നാൽ അതേ അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്കാദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ
അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പം മാനസാന്തരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആശ്വാസത്തെ നൽകുക. 2, മാനസാന്തരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ നൽകുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. യേശു നിന്നെ വിളിക്കുന്നു. അവൻ പാപികൾ, അവൻ നീതിമാന്മാരെയല്ല, പാപികളെ മാനസാന്തരത്തിനത്രേ വിളിക്കുന്നു. അവൻ എന്തിനാണ് നിന്നെ മാനസാന്തരത്തിന് വിളിക്കുന്നത്? ആ മാനസാന്തര നിനക്കൊരാശ്വാസകാലത്തെ തരിക. ആ മാനസാന്തര നിന്റെ സങ്കടകാലങ്ങളെ മാറ്റുക. ആ മാനസാന്തര നിന്നിൽ ഒരു അനുഗ്രഹത്തെ നൽകുക. ഇന്ന് രാത്രികാല ഞാൻ ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൻ്റെ സ്വസ്ഥത എന്തെന്നറിയാതെ, ജീവിതത്തിൻ്റെ സമാധാനം എന്തെന്നറിയാതെ, ഇന്ന് രാത്രികാലം ഞങ്ങളെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രികാല സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി നിനക്ക് ഓടിക്കതച്ച് ഈ പന്തലിൻ കീഴിൽ എത്താൻ കഴിയത്തില്ലായിരിക്കാം. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ വ്യക്താക്കളായി വർഷങ്ങളായി ഇവിടെ ഒരു ആലയം പണിത് ഇവിടെ പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന ഒരു അഭിഷക്ത സമൂഹത്തെ നിങ്ങൾക്കറിയില്ലേ? ഇന്ന് രാത്രി നീ പ്രാർത്ഥനയോടെ കിടന്നുറങ്ങി, നാളെ രാവിലെ നീ സാവകാശം ഇവിടെ കടന്നു വാ. ഇവിടെ ഒരു അഭിഷക്തനുണ്ട്. ആ അഭിഷക്തൻ്റെ അടുക്കൽ പറ, ഇന്നലെ കഴിഞ്ഞ രാത്രി എനിക്കൊരു മാനസാന്തരത്തിൻ്റെ ഉൾവിളിയുണ്ടായി. എനിക്ക് യേശുവിനെ സ്നേഹിക്കണം, എനിക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. അവൻ എൻ്റെ പാപങ്ങളെ മോചിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ പാപങ്ങളെ ഞാൻ അവനോട് ഏറ്റുപറയാം. അവൻ എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ അവൻ എന്നെ ഒന്ന് തൊടേണ്ടതിന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് രാത്രി നീ മാനസാന്തരത്തിലേക്ക് വരുമെങ്കിൽ അവൻ നിന്റെ സീസണുകളെ തിരിക്കുകയാണ്. അവൻ നിനക്കൊരാശ്വാസത്തെ നൽകുകയാണ്. ഇന്ന് രാത്രികാല ഹൃദയം നുറുങ്ങുന്നവർ, മനസ്സ് തകർന്നവർ, ജീവിതത്തിൽ ഇന്നലകളിൽ എവിടെയൊക്കെയോ പിഴച്ചുപോയി, സത്യമാണ്. ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ധാർമ്മികതയും മര്യാദയും മാന്യതയും ഒക്കെ പലപ്പോഴായി നഷ്ടപ്പെട്ടു പോയിരുന്നേക്കാം. ജീവിതത്തിൽ അറിവില്ലായ്മയ്ക്കകത്ത് ചില ദോഷങ്ങളും അബദ്ധങ്ങളും ഒക്കെ സംഭവിച്ചു വന്നേക്കാം. പക്ഷെ തിരുവെടുത്ത് പറയുന്നു, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ഇപ്പോൾ ദൈവം ഗണ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കൽപ്പിക്കുന്നു. ഇന്ന് രാത്രികാല ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ ഒരു നിമിഷം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഒരു മനുഷ്യൻ്റെ അടുക്കലല്ല, യേശുവിൻ്റെ അടുക്കലൊന്ന് വിളിച്ചു പറഞ്ഞ്, അപ്പായേ എന്നോടൊന്ന് ക്ഷമിക്കണേ, യേശുവേ എന്നോടൊന്ന് ക്ഷമിക്കണേ. എൻ്റെ സഹോദരങ്ങളെ, മാനസാന്തരം നിന്നെ ഒരു ഭൗമികമായ ഏതെങ്കിലും ഒരു വിടുതലിനപ്പുറമായി, എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകൾ മുഴുവൻ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുകയാണ്, ലോകം അതിൻ്റെ വിനാശത്തിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. എന്നാൽ ലോകാവസാനത്തിന് 1007 വർഷങ്ങൾക്ക് കൃത്യം മുൻപേ ഈ ലോകത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടാകുക, ഈ മധ്യാകാശത്തിൽ ഒരു വലിയ അടയാളം കാണുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി മധ്യാകാശത്തിൽ നിൽക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുക, ജീവനോടെ ശേഷിക്കുന്നവർ അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതിനനന്തരം 7 വർഷം കഠിനമായ പീഡാകാലം ഇവിടെയുണ്ട്, എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ച. അതിനുശേഷം 1000 വർഷം യേശു തൻ്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിൽ വാഴുക. എന്നാൽ അതിനപ്പുറം ഈ ലോകം അവസാനിക്കുക. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ എഴുത്തേണ്ടതാകുന്നു. പുസ്തകം വെള്ള സിംഹാസനത്തിൻ്റെ ന്യായവിധി, സിംഹാസനങ്ങൾ വയ്ക്കപ്പെടും, പുസ്തകങ്ങൾ തുറക്കുക, ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്കൊത്തവണ്ണ ന്യായവിധി ഉണ്ടാകുക. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നിത്യദണ്ഡനത്തിൻ്റെ അഗ്നി തീപ്പൊയ്കയിലേക്ക് നിന്നെ തള്ളിക്കളയുക. അവിടെ കരച്ചിലും പള്ളികടിയും ഉണ്ടാകുക, അഗാധകൂപമെന്ന ഇരുട്ടിലേക്ക് ഒരു കൂട്ടർ കടന്നു പോകുക. എന്നാൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് അപ്പോസ്തലിക ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വേർപെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു സമൂഹ അന്നാളിൽ നിത്യയുഗങ്ങൾ 12 അടിസ്ഥാനങ്ങളും 12 ഗോപുരവാതിലുകളോ 12 വിധ ഫലം കായ്ക്കുന്ന ജീവവൃക്ഷങ്ങളുമുള്ള വെള്ളസിംഹാസനം നിൽക്കുന്നത് കുഞ്ഞാട് വിളക്കും മന്ദിരവുമായി നിൽക്കുന്ന 1500 ദൂത മുഴത്തിന് ചതുരശ്ര അടിയായി കിടക്കുന്ന സ്വർഗീയ സിയോൻ നഗര തലസ്ഥാനമായിരിക്കുന്ന യെരൂശലേം എന്ന നഗരത്തിന്റെ വാതിൽക്കകത്തേക്ക് നിനക്ക് പ്രവേശിപ്പാൻ കഴിയുക. രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, സങ്കടമില്ലാത്ത, മുറവിളിയില്ലാത്ത, ശാപമില്ലാത്ത, മരണമില്ലാത്ത ദൈവത്തിന്റെ നിത്യരാജ്യത്തിലേക്ക് ഇന്ന് രാത്രികാല ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം തുറന്ന് നീ യേശുവേ എന്നൊന്ന് വിളിക്കുമെങ്കിൽ, മനസ്സുരുകി ദൈവമേ എന്നൊന്ന് വിളിക്കുമെങ്കിൽ ഈ രാത്രി അവൻ നിന്റെ ഉള്ളത്തിലൊരു മാനസാന്തരം നൽകുകയാണ്. യേശു നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി യേശു നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്.
ഈ രാത്രി യേശു നിന്റെ അരികിലേക്ക് ഇറങ്ങി വരിക. തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഇന്ന് രാത്രി അവൻ തകർന്ന് നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ഒരു തിരിവ് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി കണ്ണുകളെ അടച്ച് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം എഴുന്നേറ്റ് നിൽക്കുക. ഈ രാത്രി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം നുറങ്ങിയവർക്ക് യേശു സമീപസ്ഥൻ. ഇന്ന് രാത്രി യേശു നിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. യേശു നിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിനക്ക് വിടുതൽ നൽകുവാൻ. അകുലവേളകളിൽ ആശ്വാസം നൽകിയിടും താൻ. ആകുലവേളകളിൽ ആശ്വാസം നൽകിയിടും താൻ. എന്നറിഞ്ഞുമേയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിയിടും താൻ. എന്നറിഞ്ഞുമേയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിയിടും താൻ. ആകുലവേളകളിൽ ആശ്വാസം നൽകിയിടും താൻ. ആകുലവേളകളിൽ ആശ്വാസം നൽകിയിടും താൻ. എന്നറിഞ്ഞുമേയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിയിടും താൻ. എന്നറിഞ്ഞുമേയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിയിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടങ്ങി കണ്ണാടി പോലെ കാക്കും, കണ്ണീരെല്ലാം തുടയ്ക്കും. കണ്ണാടി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാൽ കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാൽ കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. പ്രിയരെ, കർത്താവ് നമ്മെ സ്നേഹിക്കുകയാണ്. കാണാതെ പോയ ആടുകളെ തേടി കർത്താവ് കടന്നു വന്നിരിക്കും. മാനസാന്തരത്തിന്റെ സന്ദേശങ്ങളെ ഇന്ന് രാത്രി അവൻ നമ്മോട് അറിയിച്ചിരിക്കുന്നു. എവിടെയാണ് തകർന്നിരിക്കുന്നത്? എവിടെയാണ് ശൂന്യമായിരിക്കുന്നത്? നമ്മെ മടക്കി കൊണ്ടുവരുവാൻ
തൻ്റെ അവസാന തുള്ളി രക്തം വരെയും നൽകി. യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശില് അരുമനാഥന് നൽകുവാനിടയായി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ എസക്കിയേൽ അവറുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവനായിരിക്കുന്ന കൂടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങളുടെ ഈ പ്രാവശ്യ യോഗത്തിൻ്റെ 2ാം രാത്രിയിലും നീ കടന്നു വന്ന അത്ഭുതം അടയാളങ്ങളും പ്രവർത്തിച്ചതിനായി സ്തോത്രം. ലോകാവസാനത്തോടെ എല്ലാ നാളിലും ഞാൻ നിങ്ങളോട് കൂടെ കൊണ്ടുവന്ന് വാഴ്ച ചെയ്ത കർത്താവേ, കഴിഞ്ഞ 2 നാളുകൾ നിന്റെ സാന്നിധ്യം അനുഭവമാക്കുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും നൽകിയതിനായി സ്തോത്രം. ആരംഭത്തെ കാലവസാനം നന്നായിരുന്നെന്ന് പറയുവാൻ മുൻപാകത്തെ 2 നാളുകൾ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരുമാറാകണമേ. ഭജനോട് നിന്റെ കൃപ പറഞ്ഞതിനായി സ്തോത്രം. ആരാധന കഴിഞ്ഞ് കടന്നു പോകുന്ന നിന്റെ ദാസിദാസന്മാരുടെ യാത്രയിൽ ദൈവകൃപ പകരണമേ. വാഹനങ്ങളെ നിയന്ത്രിക്കണമേ. കാൽനടയപ്പോൾ രസ്തികളെ ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രി നല്ല ഉറക്കം കൽപ്പിക്കണമേ. ഈ കള്ളിമുട്ട് പ്രദേശത്തോട് ദൈവം മനുഷ്യരിയുമാറാകണമേ. ഒരു ജഡോന്വേഷത്തിന് ഇടപെടുത്താതെ നിത്യതയ്ക്ക് കടന്നെത്തുവാൻ ഇടം നൽകുമാറാകണമേ. സഭ ശുശ്രൂഷകൻ, സഭ വിശ്വാസികളെയും ദേശവാസികളെയും ദൈവം അനുഗ്രഹിക്കും. മനുഷ്യരുടെ കർത്തദാസനെ അനുഗ്രഹിക്കും. അടുത്ത ദിവസം മനുഷ്യരുടെ കർത്തദാസനെ അനുഗ്രഹിക്കും. ഇപ്പോൾ നിങ്ങൾ പിരിയുന്നു. പിരിയാബന്ധുവായ ദൈവത്തിന്റെ കൃപ പകരം അടുത്ത ദിവസങ്ങൾ ഒരുമിച്ച് കാണുമല്ലേ. അവിടെ ആത്മാനുമാനിച്ച് സൂക്ഷിക്കും. സകല പുകഴ്ചയും സകല മഹത്വവും യേശുവിന് തരുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആശീർവാദം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കടന്നുപോകുന്ന എല്ലാ കുടുംബങ്ങളോടും തിരുവചനം ഘോഷിച്ച വിലപ്പെട്ട അഭിഷക്തനോടും കുടുംബത്തോടും വിശേഷാലി സഭയോടും ദൈവകൃപ നിരന്തരം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം തന്ന കർത്താവിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം നാളെ ശനിയാഴ്ച രാവിലെ ഹല്ലേലൂയ സഭയിലെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ടുള്ള മീറ്റിങ്ങിലും പാസ്റ്റർ എബി എബ്രഹാം പത്തനാപുരമാണ് ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടും കൂടെ കടന്നു വരിക. കർത്താവ് നന്ദി അറിയിക്കുന്നതെല്ലാം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അങ്ങോട്ട് പോകുന്നവർ നെടുവാങ്ങുന്ന അഞ്ചൂരങ്കാല അവിടെ വന്ന് ട്രാവൽസ് കയറുക. മറ്റേ ജീപ്പ്